ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. നമസ്കാരം. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി മോസ്കോയിലേക്ക് ഇന്ന് രാവിലെ യാത്ര തിരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ മൂലം ബോസ്നിയയിൽ വെടിനിർത്തൽ. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉന്നത ഉദ്യോഗസ്ഥൻ സഞ്ജയ് ഖാൻ സ്വവസതിയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം മേരി പിയേഴ്സൺ.
പോലീസ് ഓടിക്കോ. അയ്യോ ബാഗ് ഞാൻ എടുത്തേക്കാം. എന്തോ ടൂൾ ബോക്സ്. ഈ പോലീസ് ജീപ്പിനൊക്കെ സ്പീഡ് കുറവല്ല അച്ഛനെ. സിപിയുടെ കാലത്തെ ജീപ്പല്ലേടോ. എന്റെ സമയം കൊള്ളാമായിരുന്നുണ്ട് നീങ്ങെത്തി. ഇല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെയും പോലീസ് ക്ലിപ്പിട്ടേനെ. പൂലാന്തേവിയുടെ മനസ്സ് മാറി, എന്നിട്ട് ആശാന്റെ മനസ്സ് മാറാത്ത എന്താ? നേരായ മാർഗത്തിലുള്ള എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ? ഒന്നുകിൽ കള്ള പാസ്പോർട്ട്, അല്ലെങ്കിൽ കള്ളോപ്പ്. ഇപ്പൊ കുത്തി തുറന്ന് മോഷണവും തുടങ്ങി. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ നിന്നാ മതി, ഇല്ലെങ്കിൽ ആ പൂലാന്തേവിയുടെ കൂടെ കൂടിക്കോ. ഈ പണം ആ ഡിസിൽവയുടെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുത്തിട്ട് വേണം എനിക്ക് 10 ഒരു ആവശ്യത്തിന് കാശ് എന്ന ആളെ കുറ്റം പറയണോ? ഓർസിനല്ലോ, 10 രൂപ പലിശ കൊടുത്തിട്ടല്ലേ. ആശാന്റെ മോളെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോകുന്ന നല്ലത്. ഈ ആശുപത്രി ഭയങ്കര കത്തിയ. എന്തിനും പണം 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 പണം. കല്ലി വല്ലി പണം ഇന്നൊരു നാളെ പോവും. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആകെ ഉള്ളത് എന്റെ ആലിയ പോള് മാത്രമാണ്. അത് നിനക്കറിയാലോ. ഇങ്ങനെ പറഞ്ഞു പറ്റിക്കരുത്. ഇന്നലെ വൈകിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇന്ന് കാലത്താ വരുന്നത്. ഇവിടെ കുത്തിയിരുന്ന് നാശമായി. ഞങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നേ, അതുകൊണ്ടാ. ആലയെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് പോകാൻ പറ്റുമോ? എന്റെ മോടെ കൂടെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാലും പീറ്റർ ധൈര്യമായിട്ടിരിക്കെ. എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഹലോ. A call for you. Sorry. ഹലോ. Silva here. Lakeview Road. Sharp 10:30. ഡിസിൽവ തന്നെയാണോ വരുന്നത്? No. I will send someone special. മനസ്സിലായില്ല. I told you, someone special will be waiting for you. Someone special? അയാള് എവിടെ വരാനാ പറഞ്ഞത്? നടു റോഡിൽ ഇത്രയും കാശ് തോളി വെച്ചോണ്ട് നിൽക്കാതെ നമ്മളെ പോലെ മറ്റു പലരും ഉണ്ടാവും. ആശാനെ, ഇത് നിറയെ കാശുള്ളതല്ലേ, കുറച്ച് നമുക്ക് എടുത്തിട്ട് കൊടുത്താലോ? നമുക്ക് ആവശ്യങ്ങളുള്ളതല്ലേ. വേണ്ട. പാർട്ടി വരുന്നുണ്ട്, പാർട്ടി. ശരിക്കും സ്പെഷ്യൽ തന്നെ. സമ്മൺ സ്പെഷ്യൽ. ഡിസിൽവിക്ക് പീസുകളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? ചീപ്പ് ഡയലോഗ്സ് വേണ്ട. ചോക്ലേറ്റ് എത്ര? 2 please. Oh. Thank you. Oh. Thank you. വെൽക്കം. അതെ, സംശയമൊന്നും തോന്നില്ലല്ലോ. സംശയം? അല്ല, നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നു പറഞ്ഞായിരുന്നു. പ്രൊഫസറാണ്, പണ്ഡിത പാറ്റ. വിവരം കിട്ടും. നടക്കുന്നു രണ്ടുപേരും. Where is it? എന്തോന്ന്? The money.
പൈസ എവിടെ ആ അത് എത്തേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. ആ നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഡിസിൽവ പറഞ്ഞിട്ട് വന്നതാ. ഡിസിൽവ പറഞ്ഞ ആളുടെ തന്നെയാണ് ഇപ്പൊ കൊടുത്തയച്ചത്. ഞങ്ങൾ എന്തിനാ ചേട്ടന്മാരോട് വെറുതെ ഗുണ്ടടിക്കുന്നത്? ഒരു ആവശ്യമില്ല. ഇപ്പൊ മനസ്സിലായി ആശാനെ. അതെ ഞാൻ പറഞ്ഞ സമ്മൺ സ്പെഷ്യൽ എന്ന് പറഞ്ഞ എടോ ഡിസിൽവ, തന്റെ കാശ് തരാൻ താമസിച്ചെന്നല്ലാതെ വേറൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എന്റെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് താൻ കാശ് ഒന്നും ശരി തന്നെ. കാശില്ല എന്ന് പറഞ്ഞപ്പോ താൻ മോഷ്ടിക്കാൻ പറഞ്ഞാൽ മോഷ്ടിച്ചു. തരാനുള്ള മുതലും പലിശയും പലിശയുടെ പലിശയും ലാഭത്തിന്റെ ലാഭവും ചേർത്താ ഞാൻ അങ്ങോട്ട് തന്നത്. പീറ്റർ, ഡോണ്ട് ബി സ്മാർട്ട്. വേർ ഇസ് ഇറ്റ്? അത് താൻ പറഞ്ഞ പെണ്ണുകടെ കൊടുത്തു. നോ, ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. ഒരിക്കൽ പറയുന്ന മാറ്റി പറയുന്ന തന്തയിലെ തരമാണ്. താനല്ലേ പറഞ്ഞ സമ്മൺ സ്പെഷ്യൽ എന്നോ കോപ്പെന്നോക്കെ? യെസ്, ഹി ഈസ് സമ്മൺ സ്പെഷ്യൽ. അത് സത്യമായിട്ടും സത്യമായിട്ടും നമ്മളും ഇന്നേ ഒന്നല്ലോ കണ്ടു തുടങ്ങിയല്ലോ. ദൈവമേ, പൈസ എന്റെ ഇല്ല. എൽദോ കൊണ്ടുപോയി. നിങ്ങൾ അവനെ പിടിക്കാതെ എന്നെ ഇവിടെ പിടിച്ചോണ്ട് വല്ല കാര്യമുണ്ടോ? ഐ ഡോണ്ട് ബിലീവ് യു. ഇത് ബിലീവ് ചെയ്തേ പറ്റൂ. കാശ് തരാൻ മനസ്സില്ലെങ്കിൽ താൻ പറഞ്ഞ സ്ഥലത്ത് കൃത്യസമയത്ത് ബാഗ് പൊട്ടിയാൻ നിക്കണോ? പറ്റിക്കാനാണെങ്കിൽ സേഫ് ചെയ്ത് കിട്ടിയ കാശ് കൊണ്ട് മുങ്ങിയാ പോരെ? ഇതെല്ലാം കള്ളമാണ്. താനാര് സത്യവാനോ? താൻ എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ച് പിരിച്ചിരുത്തിക്കൊണ്ടിരുന്ന നമുക്ക് എന്നെ തൊട്ട് നടവ് സൂയിക്കാമെന്നല്ലാതെ കാശ് കിട്ടുന്ന പ്രശ്നമില്ല. എന്തോ ഇവിടെ പോയിന്ന് എനിക്കറിയാം. എന്നെ ഇപ്പൊ വിട്ടാ കാശ് എപ്പ കിട്ടിന്ന് ചോദിച്ചാ മതി. നോ, ഇതൊരുമാതിരി കരയിലും വെള്ളത്തിലും പോകില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. തനിക്ക് കാശ് വേണ്ട, എന്നെ വിട്ടേ പറ്റൂ. they will come with you. വേണ്ട വേണ്ട. വേണം. വേണം വന്നോട്ടെ. ഇനിയിപ്പോ എന്താ? ഡോർ തുറന്നേ. തുടരുത്. എന്താ ചേട്ടന്റെ മുഖത്തത്ര കടുപ്പം? രാവിലെ വെയിറ്റ് ചെയ്ത് പോയില്ലേ? സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇവിടെയാണ് എന്തോ ഇവിടെ കാർ നിർത്തിക്കേ. നീ ഇതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. റിലാക്സ് ബസ്സി, കൊടുക്കാനല്ല ഞാനത് വാങ്ങിച്ചത്. ലിയോ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. കലക്കം കാർഡാണല്ലോ. എനിക്ക് ഇതുപോലെ തന്നെ സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? പീറ്റർ, Yes. പീറ്റർ മാൻസ്കോട്ട് അല്ലേ? ബിസിനസ് കാര്യങ്ങൾ വല്ലതാണെങ്കിൽ ഇതാണ് എന്റെ ഓഫീസ്. എന്റെ സെക്രട്ടറി എൽദോട് സംസാരിച്ചാൽ മതി. മൈ ടെലിഫോൺ നമ്പർ ഓർമ്മയില്ല. ഡിസിൽവ എവിടെയുണ്ട്? സാറിന്റെ പേരെന്തോന്നാ പറഞ്ഞേ? ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഏത് ഡിസിൽവയെ പറ്റിയാ സാർ പറയുന്നത്? നമ്മുടെ മറിയുടെ അപ്പനാണെങ്കിൽ അത് ചത്തിട്ട് 4-5 മാസമായി. ഞാൻ കാണാൻ പോയിരുന്നു. ഡിസിൽവ ഇസ് എ സ്പൈ. വിദേശ ചാര സംഘടനകളുമായി അയാൾക്ക് ബന്ധമുണ്ട്. നീ അയാൾ സ്ഥിരമായിട്ട് കാണാറുണ്ടെന്നും എനിക്കറിയാം. ലുക്ക് ഹിയർ മാൻ. നല്ല കിണ്ണം കൂളിംഗ് ഗ്ലാസ് ആണല്ലോ. ഇത് ഡിപ്പാർട്ട്മെന്റ് വാങ്ങിച്ചു തരുന്നതാണോ അതോ സ്വന്തമായിട്ട് വാങ്ങിച്ചു വയ്ക്കുന്നതാണോ? ഇതെങ്ങനെയുണ്ട്? ഒരു തമാശ പറഞ്ഞപ്പം സാർ സീരിയസ് ആയിട്ട് എടുത്താലോ? മര്യാദക്ക് ചോദിച്ചാ നീ പറയില്ല. മര്യാദക്ക് ചോദിക്കണ്ടേ? ഇനി നമ്മൾ കാണുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, വേറെ ഡ്രസ് കണ്ടാ മതി. അതാ എനിക്കിഷ്ടം. സാർ എന്റെ ഗ്ലാസ് തന്നില്ല, പ്ലീസ്.
ഇട്ടാ മതി. പൊട്ടിയില്ല. യു ആർ ജെന്റിൽമാൻ. ബട്ട് താങ്ക് യു ഫോർ ദിസ് ആൻഡ് താങ്ക് യു ഫോർ ദിസ് ഓൾസോ. ലിയോ ഫെർണാണ്ടസ്, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. Leo Fernandez, special task force. That's the end of that man, okay? ഒരു ചുവന്ന ഡ്രസ് ഇട്ട പെൺകുട്ടി ഇത് വന്നല്ലോ. എവിടെ പോയി? നിങ്ങളാരാ? എന്ത് വേണം? അത് പറഞ്ഞാലേ പറ്റുള്ളൂ. അതെ. എങ്കിൽ കൂടുതൽ വിസ്തരിക്കാൻ സമയമില്ല. നിങ്ങൾ ഇവിടുത്തെ സെക്യൂരിറ്റി ആണല്ലോ. അതെ. Then I want to see your manager now, right now. I am Leo Fernandez, Special Task Force. നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് ധാരാളം പരാതികൾ കിട്ടിയിട്ടുണ്ട്. പരാതികളോ? യെസ്, കംപ്ലൈന്റ്സ്. ഇവിടുത്തെ സ്റ്റാഫിൽ കൂടുതലും സ്ത്രീകളാണല്ലേ? ഇവിടെ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. യെസ്, ദാറ്റ്സ് എ മെയിൻ പ്രോബ്ലം. വനിതാ ജീവനക്കാരോട് നിങ്ങൾ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു എന്നാണ് പരാതി. സാർ, ഇതാരോ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കിയാണ്. മേ ബി എ പ്രൊഫഷണൽ ജലസി. സോറി, ഐ ആം ഹെൽപ്ലെസ്. ഐ ഷുഡ് ടേക്ക് ആക്ഷൻ അബൌട്ട് ഇറ്റ്. സാർ, പ്രശ്നം ഉണ്ടാക്കരുത്. Walking and talking with sweet girls and ruining the career of those girls and leading a carefree life. Are you not ashamed of it? Huh? I start the questioning right from here. Hey, you two girls, come here. You. Come. You be there, okay? സുനിൽ ദത്തിനെ അറിയോ? ഇല്ല മകൻ സഞ്ജയ് ദത്തിനെയോ? ഇല്ല, അഭിനയിച്ച മൂവി കണ്ടിട്ടുണ്ട്, ഖൽനായക്. ചോളി കെ പീച്ചെ ക്യാ ഹൈ? എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നുണ്ട്. വരൂ. ബാഗ് എനിക്ക് തിരിച്ചു തരണം. നിങ്ങൾ ആരാ? ഈ ടീഷർട്ട് എവിടുന്നാ വാങ്ങിച്ചത്? നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. എന്റെ ഫേവറേറ്റ് കളർ ഇതാണെന്ന് എങ്ങനെ മനസ്സിലായി? എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. എക്സ്ക്യൂസ് മീ, എനിക്കൊരു 10 മിനിറ്റ് സമയം തരണം. എന്തിനാ? ഈ ഓഫീസ് വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. പോവില്ല, വിശ്വാസം ഇങ്ങനെ ഫ്രണ്ടിനെ ഇവിടെ നിർത്തി. സാധ്യമല്ല. എന്റെ ബാഗ് ആരാ? ബാഗിന്റെയും പണത്തിന്റെയും കാര്യം നമ്മൾ 3 പേര് മാത്രം അറിയുന്നതല്ലേ നല്ലത്. നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. Hey, this expression is so cute, so charming. Hold it. എന്താ ചിരിക്കണോ? അയ്യോ, കരയാണോ? എന്താ കുട്ടി? എന്താ പ്രശ്നം? എന്നെ കൊണ്ടാവുന്നേ പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷേ എനിക്ക് സഹിച്ചില്ല. എന്നോട് Don't play tricks. You are the culprit. You will be charged. ബസി, he is a police officer. Yes. ആയിക്കോട്ടെ, എന്ന് കരുതി പെണ്ണുങ്ങളോട് അപമര്യാദയായിട്ട് പെരുമാറാനും അനാവശ്യം പറയാനും ലൈസൻസ് ഉണ്ടോ? എന്ത് അനാവശ്യം പറഞ്ഞു എന്നാ പറയുന്നത്? സാർ ഒരു മണ്ടങ്ങണേപ്പിയാണ്, ഒരു കൊഞ്ഞാണനാണ്, ഒരു വഴിക്ക് കൊള്ളാത്തവനാണ്, അൽക്കുലത്ത് കേസാണ്, ബുദ്ധനാണ് പറഞ്ഞത് സാർ. ആണോ സാറേ? ഐഡന്റി കാർഡ് ഒന്നുകൂടെ കാണട്ടെ. ഒരിക്കൽ കണ്ടല്ലേ, ഇനി നാളെ കാണാം. ഇതെന്താ റേഷൻ കാർഡാണ്? കണ്ട അണ്ടനെ അവിടെ കൂടെ എടുത്ത് കാണിക്കാൻ. ലിയോ ഫെർണാണ്ടസ്, ഈ ഫോട്ടോയിൽ നോക്കി ഇയാളുടെ മോന്തയിൽ നോക്കണം സാർ. ഞാൻ നടന്നു പൊക്കോളാം. ആരും തോന്നുന്നില്ലല്ലോ. ഞാൻ ലൈറ്റ് വയ്ക്കാം. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. ആരും കണ്ടില്ല. അയ്യോ എന്റെ നിശ്ചയം, നീ അതൊന്ന് അടച്ചു വെച്ചേ. എപ്പോഴാ പോലീസ് തിരക്കി വരുന്നതെന്ന് അറിയത്തില്ല. പിന്നെ പോലീസിന് വേറെ ഒരു ജോലി ഇല്ലാതെ ഇരിക്കല്ലേ നമ്മുടെ പുറകെ നടക്കാൻ. നമ്മളിത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ. സാരിയും മാലയൊന്നും മോഷ്ടിക്കുന്ന പോലെ അല്ല ഇത്. നമ്മൾ ആരെയും പിടിച്ചു പറിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൈ കൊണ്ടുവന്ന് തന്നത് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ദൈവം തന്നാണെന്ന് കൂട്ടിക്കോ. നമ്മൾ എത്ര കാലം ഇങ്ങനെ ജീവിക്കും? എലിസബത്ത് നാട്ടിൽ നിന്ന് വരുന്നവരെ അവിടെ വീടും കാറും ഡ്രസ്സും ഒക്കെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാ പിന്നെ അത് അപ്പോഴത്തെ കാര്യമല്ലേ. ട്രൈ ടു ലിവ് ഇൻ ദ പ്രസന്റ്. ഈ കാശെന്തെയ്യും? ആദ്യം ഒരു ഇമ്പോർട്ടഡ് കാർ, പിന്നെ മുറി നിറച്ച് ഡ്രസ്സുകൾ, ദിവസവും 3 എണ്ണം വീതം, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും. ഓൾ ഡിഫറെന്റ് അപ്പിയറൻസസ്. അയാൾ എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചിരുന്ന കാശായിരിക്കും. ഏയ് നെവർ, ഒരിക്കലും അല്ല. നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ആശാന് ആവശ്യത്തിന് പൊക്കമുണ്ട്, നല്ല വണ്ണമുണ്ട്, തൂക്കമുണ്ട്, ആരോഗ്യമുണ്ട്, തല്ലു കൊള്ളാം. പക്ഷെ ഞാനോ? അതുകൊണ്ടാണ് ഞാൻ ഓടിയത്. എന്നാലും അവളുമാരാരാ? മാരാരാണോ നായരാണോ എന്നൊന്നും ഞാൻ തിരക്കിയില്ല. അതല്ല, അയ്യോ, അവളുമാര് ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, തിരക്കിയില്ലാന്ന്. അവള് മാരാരാകട്ടെ, നീ നന്ദിയില്ലാത്തവനാണ് ബഗർ. എന്നോട് എന്തിനാ ചൂടാവുന്നത്? ഞാനാണോ ബാഗ് കൊടുത്തത്? ഒന്നുമല്ലടാ, കഷ്ടകാലമുള്ളവൻ തല മുട്ടയടിച്ച അന്ന് കല്ലുമഴ പെയ്യും. അതാ സത്യം. എന്റെ കുഞ്ഞിനൊന്ന് സുഖമായിക്കോട്ടെ, ഞാനിവിടുന്ന് അന്ന് മുങ്ങും. അത് ശരിയാ, ആശാൻ ഇനി ഇവിടെ നിൽക്കുന്നത് അപകട. ആ ഡിസിൽവ എപ്പോ വേണമെങ്കിലും പൊക്കാം. ഡിസിൽവല്ലേ അവന്റെ അപ്പൂപ്പൻ എന്നെ മൂക്കി കയറ്റിക്കളയാ. കാര്യങ്ങൾ നോക്കാൻ ഞാനിവിടെ ഇല്ലേ? സ്വന്തം കാര്യമാണോ എന്റെ കാര്യമാണോ? Shut your bloody mouth. Where is the knife? To be or not to be, that's the question. Whether it is nobler in the mind to suffer the slings and arrows of outrageous fortune, or to take arms against the sea of troubles and by opposing end.
വെൽ ഡൺ. താങ്ക് യു. ഇതിവിടെ എന്നും ഉണ്ട് കത്തി. ഒരബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. ദാ, ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു? അതൊക്കെ കണ്ടുപിടിച്ചു. ഇത് പീറ്റർ, ഇത് എൽഡോ അല്ലേ? അല്ല, വെറും എൽദോ അല്ല, എൽദോ യോഹന്നാൻ. ഓ നൈസ്. എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. താങ്ക്സ്. മിസ്റ്റർ പീറ്റർ, ആ. സപ്പോസ് ഞങ്ങൾ ഇത് തിരിച്ചു തന്നില്ലായിരുന്നെങ്കിലോ? ആ? കൂടുതൽ വിസ്തരിക്കണ്ട. നിങ്ങൾ ആരാണെന്ന് എനിക്ക് ഇപ്പൊ പിടികിട്ടി. എൽദോ പിടിച്ച് പുറത്താക്കടാ. നമ്പേഴ്സാ. അസൽ നമ്പേഴ്സാ. ഏയ്, എൽദോ അത് ചെയ്യില്ല. ചെയ്യൂ എൽദോ? എൽദോ രണ്ടിനെ പിടിച്ച് പുറത്താക്കടാ. എൽദോ? മതി, out. ചൂടാകാതെ മാഷേ. ഞങ്ങൾക്ക് മാഷിനെ പോലെ ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും ലാർജ് സ്കെയിൽ ആയിട്ടില്ലെന്ന് മാത്രം. ഇഫ് യു ഇൻട്രസ്റ്റഡ്, ഞങ്ങൾ ഒരു പുതിയ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇഫ് ഇറ്റ് വർക്ക്സ്, ലക്ഷങ്ങളായിരിക്കും കയ്യിൽ വരുന്നത്. പോലീസിന്റെ ഇടി ഈ ഇടയ്ക്ക് കൊണ്ടതേ ഉള്ളൂ. ഇനി കുറച്ച് ഗ്യാപ്പ് വേണം. നിന്റെയൊക്കെ കൂടെ പ്രോജക്റ്റ് ഇറങ്ങി തിരിച്ചാലേ എപ്പ അകത്തായി എന്ന് മാത്രം ചോദിച്ചാൽ മതി. അല്ല, ഞാൻ പറയട്ടെ. ഒന്നും പണയണ്ട. അയ്യോ കണ്ട എന്ത് ഡീസന്റ്. ശരി. പക്ഷെ കയ്യിലിരിപ്പോ കളിക്ക്. രണ്ടുറങ്ങി പൊക്കോ. പുറത്ത് Come on, Bessie. There's no use talking to these idiots. Who the hell are idiots? I am not an idiot. He is an idiot. You people are idiots. Everybody in the world are idiots except this Peter Matthew Scott. Please, You please. understand, James? Please, cool down, cool down. വെറുതെ എക്സൈറ്റഡ് ആയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഗുണമുള്ളൊരു പ്രോജക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സമാധാനമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ബൈ ബൈ. ആശാൻ ആലോചിക്കാൻ പ്രയാസമാണെങ്കിൽ ഞാൻ ആലോചിക്കാം. ഇംഗ്ലീഷ് പറയരുത്. ഇത് തരാൻ മറന്നുപോയി. ലിയോ ഫെർണാണ്ടസ്, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. ഓക്കേ, സീ യു. ഹാപ്പി ആയല്ലോ. പീറ്റർ കള്ളനാണ്, പക്ഷെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഒരസ്തമയം കൊണ്ടൊന്നും സൂര്യൻ മരിക്കില്ല, അത് മറക്കണ്ട. പീറ്റർ, താൻ കൂടുതൽ ഇംഗ്ലീഷ്ണ്ട. ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ ഇടപാടാണ്. തനിക്ക് വേണ്ടി ഒരുപാട് കള്ളത്തിരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയില്ല. നോ, ഗുഡ് ബൈ. പീറ്റർ, I paid you original notes, not fakes. They are fakes. കള്ളനോട്ടോ? ഒരു വരി കോപ്പില്ല വർത്താനം പറയരുത്. കള്ളനോട്ട് അടിക്കാൻ എനിക്കെന്താ നോട്ടോട് ഉറപ്പുണ്ടോ? അതോ നോട്ട് അടിക്കണ പ്രൊസന്റോ? Where is the money? താൻ പറഞ്ഞ മാതിരി സേഫ് കുത്തി തുറന്ന പണമാണ് ആ കൊണ്ട് തന്നിരിക്കുന്നത്. തന്റെ കണ്ണിലൊന്ന് നടക്കും. കുരുവാണോ? Speak. ഓ, ഓ, എന്റെ കർത്തവ്യം എന്തൊരു ഗതിയാണ്. പൈസ കൊടുക്കാതിരുന്ന പ്രശ്നം, കൊടുത്താലും പ്രശ്നം. ഞാൻ പറയുന്ന സത്യമാ. ഞാനത് എണ്ണി നോക്കിയതല്ലാതെ പിന്നെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. ഇനി ആ പെണ്ണുങ്ങളെങ്ങനെ? I will give you 24 hours. I will give you 24 hours. 24 മണിക്കൂർ ഞാൻ എവിടുന്ന് കാശുണ്ടാക്കും? വേണ്ട, നിന്റെ ഒരു കുട്ടിയുണ്ടല്ലോ, അവളെ കുറിച്ച് ഓർത്തോ. പീറ്റർ, ഇത് നമ്മൾ തമ്മിലുള്ള ഇടപാട്. അതെന്റെ കുഞ്ഞിനെ വലിച്ചേക്കേണ്ട കാര്യമില്ല. എനിക്ക് കാശല്ലേ വേണ്ടത്, ഞാൻ തരും. Peter, this is your first and last chance. Don't forget it. എന്നിട്ട് എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല? കംപ്ലൈന്റ് എഴുതി കൊടുത്ത് സ്റ്റേഷനിലും കോടതിയിലൊന്നും കയറി ഇറങ്ങാൻ എനിക്ക് സമയമില്ല സാർ. ഈ ബസ്സിയും നിഷ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? ഒരു 3-4 മാസമായി കാണും. ഒരാൾ കോപ്പി റൈറ്ററും മറ്റേയാൾ മോഡലുമായിട്ടാണ്. അവർക്ക് ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല, വെറുതെ സമയം പോകാൻ വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞേ. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. സോറി സാർ, പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ പറഞ്ഞു വരുന്നവർക്കെല്ലാം ജോലി കൊടുക്കുവോ? ഇല്ല സാർ. പിന്നെ ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു എലിസബത്ത് ആണ് അവരെ പരിചയപ്പെടുത്തിയത്. ലീവിലാണ്. ഇയാൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഇല്ലേ? സൂക്ഷിച്ചു നോക്ക്. നോ സാർ. ഇയാൾ ഇന്നലെ ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടവരുണ്ടല്ലോ. സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ. ബി കെയർഫുൾ. താൻ ഇതുവരെ ആ ബില്ല് ക്ലോസ് ചെയ്യില്ലല്ലോ. ഡോക്ടർ കുറച്ച് സാവകാശം എനിക്ക് തരണം. ആ, അപ്പൊ രോഗവും സാവകാശത്തിലേ മാറൂ. എടോ, നല്ല ഒറിജിനൽ ട്രീറ്റ്മെന്റ് വേണമെങ്കിലേ കാശ് ഇറക്കണം. അതല്ല ട്രീറ്റ്മെന്റ് പോലെ എന്തെങ്കിലും മതിയെങ്കിൽ കുറഞ്ഞ റേറ്റിന് അതുമാകാം. ഇവിടെ പേവാട് കിട്ടാതെ ഒരുപാട് പേർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മന്ത്രിയുടെ മരുമകൻ മുതൽ ലോക്കൽ കമ്മിറ്റി നേതാവിന്റെ പെങ്ങള് വരെ. നാളെയും കൂടെ ഞാൻ നോക്കും. പണം കിട്ടിയില്ലെങ്കിൽ നേരെ വരാന്തി തട്ടും. ഡോക്ടറെ കുറച്ച് മനുഷ്യത്വം കാണിക്കണം. രോഗം പറഞ്ഞ ഡോക്ടർക്കും വരാമല്ലോ. വരാം. ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. എടോ, ഇത് ആതുര സേവനം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ബിസിനസ്സാ. ഈ കുട്ടിക്ക് തള്ളയില്ലേ? തള്ളയുണ്ട്, ഫ്രീ ആയിട്ട് ചികിത്സിക്കും. ഇല്ലല്ലോ.
അതിനാ ധർമാശുപത്രി. അങ്ങോട്ട് കെട്ടിയെടുക്കണം. കാശ് കൊടുത്താ വാങ്ങിച്ചത്, അതുകൊണ്ട് എനിക്ക് കാശ് കിട്ടണം. തനിക്ക് കോപ്പ് കിട്ടും. എന്താണോ പിടിച്ചില്ലേ? എന്തോന്ന് പിടിക്കാൻ? അയ്യോ നല്ല പണിയായി കാണിച്ചത്. ഞാൻ പാലായിലുള്ള ചാച്ചന്റെ വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോ വീട്ടിലാരുമില്ല. ആര്? ഒരു കാട് അല്ലെങ്കിൽ ഒരു ഫോണെങ്കിലും ചെയ്തുകൂടായിരുന്നു ദുഷ്ട. ഇതാണോ? പുള്ളിക്കാരുടെ വൈഫാ. അയ്യോ കർത്താവ്, എനിക്ക് എവിടുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയാൻ വരികയായിരിക്കും. പറഞ്ഞു എനിക്കറിയാം. ഇച്ചായനോട് പറയാതെ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നതിന്റെ ദേഷ്യമല്ലേ. എന്നാലും പ്രസവിച്ച ഞാൻ അമ്മയല്ലാതാവോ? അയ്യോ ഇതിനു മുമ്പ് ചോദിച്ചപ്പോ ഭാര്യ മരിച്ചുപോയെന്നാണല്ലോ പറഞ്ഞത്. ഇയാളുടെ കൂടെ ഇങ്ങനെയാ പറയുന്നത്. പ്രാന്തായിരിക്കും. ഇയാളുടെ കൂടെ എന്ന് പുറതി തുടങ്ങിയോ അന്ന് തുടങ്ങി എന്റെ മോന്റെ കഷ്ടകാലമാ. മോനോ? ഡോക്ടറെ മോൻ പോലും സ്വന്തം കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വയ്യാത്ത ഒരു അമ്മ ഇവിടെ പറഞ്ഞ കംപ്ലീറ്റ് ആദ്യത്തെ കുട്ടി മോനാവണമെന്നുള്ളായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ മോളായി പോയി. ദൈവം തന്നാലേ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്നാലും എന്റെ വായിലും മോനെ മോനെ വരൂ. റൂം നമ്പർ എത്രയാ? 211. താൻ കുടവാക്കിയല്ലോ ഈ പെണ്ണുങ്ങള്. ഡേയ്. മാറി. എന്താ അസുഖം? അതാ ഞാനും ചോദിക്കുന്നത്, എന്താ അസുഖം? അയ്യോ പേവോടാവുമ്പോ സൗകര്യമായിട്ട് സംസാരിക്കാലോ എന്ന് കരുതി വന്നതാണേ. എന്റെ മോടെ ചികിത്സയ്ക്ക് കടം വാങ്ങിച്ച പൈസയാണ് നിങ്ങൾ തട്ടിക്കൊണ്ടുപോയത്. നീ ഒന്നും ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ല. രണ്ടിറങ്ങി പോകുന്നുണ്ടോ? ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നല്ല, ഇറങ്ങി പോകാൻ തന്നെ വന്നാ. പിന്നൊരു കാര്യം, മാഷ് ഇത് കള്ളനോട്ടാ. മാഷ് നേരെ പറ്റിച്ചതാ. ആണോ? തിരിച്ചുകൊണ്ട് തന്നപ്പോ പറയാത്ത എന്താ? അവസരം തന്നിട്ട് വേണ്ടേ? നല്ല കറൻസി ആണെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് എപ്പോഴേ രക്ഷപ്പെട്ടേനെയും. അല്ലാതെ തിരിച്ചു തരാൻ നിൽക്കൂ. നല്ല കളിയായി. മാഷിന്റെ പണത്തിന് ആവശ്യമുണ്ട് ഞങ്ങൾക്കും. സോ 3 പേർക്കും രക്ഷപ്പെടാനുള്ള ഒരു പ്രോജക്റ്റുമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഡയമണ്ട് മർച്ചന്റായ പന്നീർദാസ് ജ്വല്ലറിയുടെ പ്ലാറ്റിനം ജൂബിലി പ്രമാണിച്ച് ഒരു എക്സിബിഷൻ ഇവിടെ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ എക്സിബിഷൻ നിർത്തുവോ? പറയുന്ന കേക്കും മാഷേ. അവിടുന്ന് കുറച്ച് ഡയമണ്ട്സ് നമ്മൾ എടുക്കുന്നു. നമ്മൾ എടുക്കുന്നില്ല, തനിയെ എടുത്തോണ്ടാ മതി. അയ്യോ അയ്യോ, ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഒരു സഹായത്തിന് വന്നത്. എക്സിബിഷൻ ഡീറ്റെയിൽസ് ഈ ബ്രോഷറിലുണ്ട്, വായിച്ച് മനസ്സിലാക്കുക. പറ്റില്ലെന്ന് മാത്രം പറയരുത്. ഇറ്റ്സ് പോസിബിൾ ഓൺലി ബൈ യു. ടേക്ക് യുവർ ഓൺ ടൈം. ബൈ ബൈ. 10,000 ലക്ഷങ്ങളും ഒന്നുമല്ല, കോടിയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതുപോലെ ഒരു അവസരം ഇനി വരുമെന്ന് വിചാരിക്കണ്ട. ഓപ്പർച്യൂണിറ്റി നോക്സ് ബട്ട് നോക്സ് ഓൺലി വൺസ്. ബൈ. ഐഡിയ കൊള്ളാം. നമുക്കൊന്ന് ആലോചിച്ചാലോ? എടാ എൽദോ, കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും കുറച്ച് വൈരങ്ങൾ അടിച്ചു മാറ്റിയെന്നതിന് ഇരിക്കട്ടെ. കോടികൾ വിലയുള്ള വൈരങ്ങൾ എവിടെ കൊണ്ട് വിറ്റ് കാശാക്കും? നിന്റെ അപ്പം പാപ്പര് യോഹന വാങ്ങിക്കുവോ? ഇല്ലല്ലോ. അതിനല്ലേ ബസ്സിന് നിഷയുള്ളത്? ആര്? ബസ്സിന് നിഷയുള്ളത് അതിനാണല്ലോ. അവളമാരുടെ കൈ കൊണ്ട് കൊടുത്താലേ ഉത്തരാടി പറയും. മോഷണം വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പിടിക്കപ്പെടാതെ മോട്ടിച്ച മുതൽ വിറ്റ് കാശാക്കുന്നതാണ് വിജയം. ഈ പനീർദാസിന്റെ കയ്യിലെ നിറയെ പൂത്ത കാശായിരിക്കും അല്ലേ? സംശയമുണ്ടോ? നായ്ക്ക് മീശ മുളച്ച നമുക്ക് രണ്ടുപേർക്ക് എന്ത് പ്രയോജനം? കിട്ടുന്നെങ്കിൽ പനീർദാസിനെ തന്നെ കിട്ടണം. അതുകൊണ്ട് എന്താ പ്രയോജനം? റാൻസം. ആശാനെ ഒന്ന് തെളിച്ചു പറ. എടാ എൽദോ, വൈരത്തിനെയും സ്വർണത്തിനെയും കാളും ഒക്കെ ഏറെ വില ഈ പനീർദാസിനുണ്ട്. സോ അയാളെ നമ്മൾ പൊക്കുന്നു, കിഡ്നാപ്പ്. എന്നിട്ട് ആവശ്യമുള്ള കാശ് ചോദിക്കുന്നു. അതോടെ നമ്മുടെ എല്ലാ കഷ്ടപ്പാടും തീരണം. നീ ഞാനും ഒന്നും കള്ള പാസ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഇരുട്ടു മുറി കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പനീർദാസിന്റെ ദിനചര്യ മനസ്സിലാക്കുക എന്നതാണ്. പനീർദാസ്, സിൽവർ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ടെലിഫോൺ നമ്പർ 72578, കാർ നമ്പർ TN4B3. ആദ്യം നീ ചെയ്യേണ്ടത് പനീർദാസ് വീട്ടിൽ എപ്പോ പുറത്തു പോകും, എപ്പോ തിരിച്ചു വരും അന്വേഷിക്കാൻ. അവിടെ യാതൊരു രക്ഷയില്ല. സെക്യൂരിറ്റികളുണ്ട്, പോരാത്തതിനും പട്ടികളും. തൊട്ടടുത്ത് ഒരു മന്ത്രിയുടെ വീടാണ്. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ പോലീസും. ഒരു രക്ഷയില്ല. നോ എൽദോ, ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ പിന്മാറുന്ന പ്രശ്നമില്ല. ചാലഞ്ച് ഇസ് എ ചാലഞ്ച്. എന്ത് വില കൊടുത്തും നമുക്ക് പനീർദാസിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്തണം. പകലൊന്നും അവിടെ അടുക്കാൻ പറ്റില്ല. പകല് സമയം ശരിയല്ലെങ്കിൽ രാത്രി നോക്കണം. വർക്ക് ചെയ്യ്. രാത്രിയിൽ അതിനേക്കാളും പ്രശ്നമാണ്. സെക്യൂരിറ്റികളുടെ എണ്ണം കൂടും. അകത്തെന്താ നടക്കുന്നതെന്നറിയാൻ ഒരു രക്ഷയില്ല. Darling, oh my
604B3. എടാ ഇങ്ങോട്ട്. ഒന്ന് സ്പീഡ് ഓടറാ. ഈ കാറിന് ഭയങ്കര സ്പീഡാണല്ലോ. നിർത്തിയ സ്പീഡ് ഉണ്ടാവില്ല. ആഹാ. ഏ? ഇതെന്തോ ആശാനെ? ആന. അയ്യോ ആട്. ഓടറാ കഴുത. പൊട്ടാ ഇനി വേടാ. അങ്ങോട്ട് നോക്കടാ. ആശാനെ ഇത് തന്നെയാണോ? ഇത് തന്നെ ഒരു സംശയം വേണ്ട. പൂച്ചയ്ക്ക് എലിയെ കണ്ടറിയില്ലേ? അടക്കടാ. എൽദോ, ആരെ ഇങ്ങോട്ട് കയറാൻ അനുവദിക്കരുത്. ഞാനിപ്പോ വരാം. ടേക്ക് കെയർ ഓഫ് ഹിം. അല്ല, ഈ ഹൗസ് നമ്പർ 52 എവിടെയാണ്? 51 അടുത്ത്. 51 എവിടെയാണ്? 50 അടുത്ത്. താൻ പോണോ? ഇല്ല മോളെ, ഇന്നലെ ഞാനല്ല വിളിച്ചത്. കേട്ടൂടാ, പബ്ലിക് ബുദ്ധാ. എന്താ മോളെ? എന്താ ഇവിടെ പറഞ്ഞ ആ മോളെ അച്ഛനുണ്ടോ വീട്ടില്? ആ വൈകിട്ട് ഞാൻ ആശാൻ ഇവിടെ ഇല്ല. വീട്ടിലല്ല, ഞങ്ങൾക്ക് എൻജോയ് കാണേണ്ടത്. ഞങ്ങളൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. വീട്ടിൽ കുട്ടിയാണോ സംസാരിക്കുന്നത്? അയ്യോ അയ്യോ, നിന്നെ പോലെ അവിടെ നിന്നെ. അതെ, ആരെയും അകത്തേക്ക് അടുത്ത് വിടരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും പോലെയാണോ ഞങ്ങള്? ഇവ എൽദോയെ കാണണമെന്ന് ഒരേ നിർബന്ധം. എന്തോ സ്വകാര്യം പറയണമെന്ന്. എന്താണ് രണ്ടും കൂടെ? എനിക്കൊന്നും കേൾക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എൽദോ ആണ് പീറ്ററിന്റെ ബ്രെയിൻ എന്നുള്ള ഞങ്ങൾക്ക് നന്നായിട്ട്. അയാൾ വെറും വാചകമല്ലേ ഉള്ളൂ. ഇയാൾ എങ്ങനെ സഹിക്കുന്നു? പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അയ്യോ, എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേ, ഈ ബട്ടൺ ശരിക്കല്ലല്ലോ ഇട്ടിരിക്കുന്നത്. അയ്യോ, ഇതെന്ത് പറ്റി? ഞാനൊന്ന് വീണതാ. ആണോ? ബെസി, നീ നോക്കിക്കേ. പാവം, ശരിക്കും വേദനിച്ച് കാണും. നോക്കട്ടെ. വേണ്ട. അല്ല, വേണം. ഞങ്ങൾ ഇങ്ങനെ അന്യതായിട്ട് കാണുന്നതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. മിസ്റ്റർ പന്നീർദാസിന്റെ വീടല്ലേ? എനിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയോട് സംസാരിക്കണം. ഇവിടെ ഇരിക്കെ. എൽദോ എനിക്ക് ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു.
സിമ്പിൾ, അഡോറബിൾ, ലവബിൾ. എൽദോ എന്താ ഇനിയും കല്യാണം കഴിക്കാത്ത? ഈ പറഞ്ഞതൊക്കെ മാത്രം മതിയോ കല്യാണം കഴിക്കാൻ? പീറ്ററോടെ പോയതാ? എവിടെ? എനിക്കറിയില്ല. കള്ളം പറയാനും അറിയില്ലല്ലേ? ഞങ്ങൾക്ക് പീറ്ററിനെ അത്യാവശ്യമായിട്ട് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. നീ ഒന്ന് മാറിക്കേ, ഞങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. അവൾ അങ്ങനെയാ, മൈൻഡ് ചെയ്യണ്ട. ഞാൻ ചോദിച്ചതിന് ഇനി ഉത്തരം പറഞ്ഞില്ല. എന്താ കല്യാണം കഴിക്കാത്ത? അയ്യോ, അപ്പോഴേക്ക് നാണം വന്നോ? ഇരിക്കേ. എന്നെ ഇഷ്ടമാണോ? കൊച്ചു കള്ള. പീറ്റർ ഹോസ്പിറ്റലിൽ പോയതായിരിക്കും. അല്ല. പിന്നെ കുട്ടികളുടെ കൂടെ ആയിരിക്കും. പിന്നെ എവിടെയാ കുട്ടാ? ഫോൺ ചെയ്യാം പ്ലീസ്. നിങ്ങൾ ആ ഫോൺ അവർക്ക് കൊടുക്കുവോ? ഞാനാരാ? ഞാൻ അവരുടെ ഭർത്താവാണ്. തമാശ, കോമഡി. അവരുടെ ഭർത്താവ് പനീർദാസ് ഇപ്പൊ എന്റെ കസ്റ്റഡിയിലുണ്ട്. ഒരു 10 ലക്ഷം രൂപ എന്നാൽ ജീവനോടെ നിങ്ങൾക്ക് ആ ബോഡി കൊണ്ടുപോകാം. വീണ്ടും തമാശ. TN4B3 നിങ്ങളുടെ കാറല്ലേ? ആയിരുന്നു, ഞാനത് വിറ്റു. ഇല്ല, അപ്പൊ താൻ പനീർദാസാണ്. എന്റെ വീട്ടിലെ പനീർദാസ് ആര്? ഈ പനീർദാസ് ആര്? ആ പനീർദാസ് ആര്? കുഴഞ്ഞോ? ഇറങ്ങി പോവാനല്ല പറഞ്ഞത്. ഓക്കെ ഓക്കെ. സമ്മതിച്ചു വന്നിരിക്കുന്നു. ഇത്ര നേരം എങ്ങനെ ജന്തുവിന്റെ അടുത്തിരുന്നു? അയാൾ കുളിച്ചിട്ട് തന്നെ മാസങ്ങളായി കാണും. അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പീറ്റർ അവിടെ ഇല്ല. അവന്റെ വെപ്രാളം കണ്ടാൽ അറിയാം എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. ഇതാണ്ട വരുന്നു. ഒന്ന് നിന്നേ. അതെ, ഞാൻ പറഞ്ഞ പ്രോജക്റ്റിനെ കുറിച്ച് ശരിക്കും ആലോചിക്കാൻ സമയം കിട്ടിക്കാണില്ലെന്ന് എനിക്കറിയാം. നമ്മൾ ഒന്നിച്ചൊന്ന് ഡിസ്കസ് ചെയ്താൽ എല്ലാം ശരിയാവും. ദേഷ്യം വരുന്നു, ദേഷ്യം വരുന്നു. ചൂടാല്ലേ കുട്ടാ? പനീർദാസല്ലേ? I was waiting for you. For what? Excuse me. നിങ്ങളും പനീർദാസും തമ്മിൽ എന്താ ബന്ധം? അയാളുടെ കാറ് ഞാൻ വിലയ്ക്ക് വാങ്ങിയെന്നൊരു ബന്ധം മാത്രം. യു ആർ ആൻ അമേച്വർ. ഒരു കിഡ്നാപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോ ശരിക്കും ഹോംവർക്ക് ചെയ്യണം. എടുത്തു ചാടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഒരു കാറിന്റെ നമ്പർ മാത്രം വിശ്വസിച്ച ഒരാളെ കിഡ്നാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റുപ്പിഡിറ്റി മാത്രമല്ല, ഭയങ്കര റിസ്ക്കുമാണ്. പനീർദാസിന് എന്ത് വിലയാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്? അത് താൻ അറിയേണ്ട കാര്യമല്ല. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. സ്മാർട്ട്നെസ് എനിക്കിഷ്ടമാണ്, ബട്ട് ഓവർ സ്മാർട്ട്നെസ് വേണ്ട. നിന്റെ ജീവിതത്തിലെ 15 നിമിഷങ്ങൾ നീ എനിക്ക് തരുന്നു, പകരം 30 ലക്ഷം രൂപ പ്രതിഫലം ലഭിക്കും. ഇതൊക്കെ കേൾക്കാൻ രസമുള്ള കാര്യങ്ങളാ. 15 മിനിറ്റ് കൊണ്ട് 30 ലക്ഷം ഉലുവ എന്ന്. ഇത്രയും പ്രായമായ ഒരു കള്ളം ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അങ്ങനെ അങ്ങ് തീർത്ത് പറയാൻ പറ്റേ? മർഡർ, കൊലപാതകം അല്ലേ? ആരെയും കൊല്ലുകയോ തട്ടിക്കൊണ്ടുവരുകയോ മോഷ്ടിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ മാത്രം ഞാനൊരു മണ്ടനല്ല. യു ആർ സപ്പോസ് ടു ബി കിഡ്നാപ്പ്. ഇത് അഡ്വാൻസ് അല്ല, വെറും ഒരു ഗ്യാരണ്ടി. ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ പണമാണല്ലോ. പണമില്ലെങ്കിൽ പിണം എന്ന് കേട്ടിട്ടില്ലേ? 30 ലക്ഷം രൂപ ഒരു സാധാരണക്കാരൻ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ സമ്പാദിക്കാൻ പറ്റില്ല. അമേച്ചറാണെങ്കിലും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 15 മിനിറ്റിന് 30 ലക്ഷം. ദാറ്റ് മീൻസ് 1 മിനിറ്റിന് 2 lakhs, 2 ലക്ഷം. ആലോചിക്ക്. ഞാൻ പോയിക്കോട്ടെ, വിരോധമില്ലല്ലോ. പേരെന്താണെന്ന് പറഞ്ഞില്ല. ഡൊമിനിക്, ജോൺ ഡൊമിനിക്. എൽദോ എവിടെ? There. ഒക്ടോബർ 5th, വർഷങ്ങളായി ഇന്ത്യയിൽ നിന്നും ഒളിച്ചു താമസിക്കുന്ന കുറ്റവാളി ജോൺ ഡൊമിനിക് എലിയാസ് ഇക്ബാൽ ഖുറേഷിയെ സാന്താക്രൂസ് വിമാനത്താവളത്തിൽ വെച്ച് കണ്ടതായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഓഫീസർ സഞ്ജയ് ഖാൻ റിപ്പോർട്ട് ചെയ്തു.
ഒക്ടോബർ 6 സഞ്ജയ് ഖാൻ കൊല്ലപ്പെട്ടു. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് ഇക്ബാലിന്റെ ഗുണ്ടയിലേക്കാണ്, ഡിസിൽവ. സഞ്ജയ് ഖാൻ എന്തിനാ കൊന്നത്? Go to hell! ഡിസിൽവ ഹിയർ. സഞ്ജയ് ഖാൻ ഈസ് ഡെഡ്. ഗുഡ്. ഒരു ജോലി ഏൽപ്പിച്ചാൽ നീ അത് ഭംഗിയാക്കുമെന്ന് എനിക്കറിയാം. കോംപ്ലിമെന്റ്സ് അല്ല എനിക്ക് വേണ്ടത്. ഐ നീഡ് മൈ പേയ്മെന്റ്. നിന്റെ പ്രതിഫലം അവിടെ എത്തിയിരിക്കും. പക്ഷെ സൂക്ഷിക്കണം, ചത്ത സഞ്ജയ് ഖാൻ വെറും പോലീസ് അല്ല, കേന്ദ്രത്തിന്റെ ആളാ. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. ഐ നീഡ് മൈ പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി. ഇത് ഒക്ടോബർ 6 രാത്രി 12:20 കറാച്ചിയിലേക്ക് താൻ ചെയ്ത ഫോൺ കോളാണ്. അതായത് സഞ്ജയ് കൊല്ലപ്പെട്ട ദിവസം. ഒന്ന് തന്റെ ശബ്ദമാണ്, മറ്റേ ആളാരാ? പോടാ. ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് സ്ട്രേറ്റ്. ഇത് ഡിസിൽവ. ഇത് നീ സംസാരിച്ച വ്യക്തി. ഇതിനിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇയാളാണ്. നമുക്ക് ഇയാളെ മാറ്റാം. ജോൺ ഡൊമിനിക്. കിഡ്നാപ്പ് ചെയ്യണ്ട, മോഷ്ടിക്കണ്ട, ഇതൊന്നുമില്ലാതെ 30 ലക്ഷം. ഹായ്!
ആശാനെ ആദ്യം ഈ കാശ് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കും. വല്ലാത്തൊരു ക്യാരക്ടറാണ് ആ ഡൊമിനിക്. ഈ കാശ് ഞാൻ തിരിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കുക. അതിന് എവിടെ കൊണ്ട് കൊടുക്കും? അയാളുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ എന്തെങ്കിലും ഉണ്ടോ? ആ അതും ശരിയാ. ഹോസ്പിറ്റലിൽ കൊടുത്താ ഡിസിൽവയുടെ കടം ബാക്കി നിൽക്കും. ഡിസിൽവയ്ക്ക് കൊടുത്താ ഹോസ്പിറ്റലിലെ കടം ബാക്കി നിൽക്കും. ഒമ്മനായുമ്പോ ചാണ്ടി മുറുകും എന്ന് പറഞ്ഞ അവസ്ഥ പോലെ ആയല്ലോ. ആലോചിച്ച ഒരു അന്തമില്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തമില്ല. അതെ അതെ. ആ കാശ് തന്നു എന്നുള്ളതിന് തെളിവൊന്നും ഇല്ലല്ലോ. അതെ അതെ. എന്ത് പറഞ്ഞു? ആ അല്ലെ ചേട്ടാ. ശരിയായി ശരിയായി. ആശാനെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത്? വണ്ടി എടുക്കണോ? എപ്പോ കണ്ടാലും എന്നെ പിടിച്ച് വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്ന കണ്ട ജോലി. ഡിസിൽ പോയ ഒറ്റിക്കൊടുത്തത് നീയാണല്ലേ? എന്താണ് ഉള്ള തള്ളിയാച്ചാ? ഇനിയും കാര്യമില്ല. ദിന്താനെ നിന്നെ ചമ്പയിച്ചാണ്. മാറണ്ടാകും ഓപ്പൺ തരോ. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? എനിക്ക് പോണം. ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള പണം എന്റെ കയ്യിലാണ്. നിങ്ങളോടാ സംസാരിക്കുന്നത്. നീ ഇവിടെയുള്ള കാര്യം പുറത്താരും അറിയാൻ പാടില്ല. അത് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ. എന്റെ കുഞ്ഞവിടെ ഒറ്റയ്ക്കാണ്. എനിക്ക് പോയേ പറ്റും. 500-ന്റെ 100-ന്റെ മണം മാറാത്ത, മറ്റാരുടെയും സ്പർശമേക്കാത്ത വെർജിൻ നോട്ട്സ്. The smell of it, the feel of it. അത് മാത്രം ചിന്തിക്കുക, പിന്നെ എല്ലാം എളുപ്പമായിരിക്കും. ഈ പറഞ്ഞതൊക്കെ ചെയ്തു എന്നിരിക്കട്ടെ. ഞാൻ അകത്താവില്ല എന്ന് എന്താ ഉറപ്പാ? വെയിറ്റ്. ഒന്നിവിടം വരെ വരൂ. See, George Matthew. He is your guarantee. പോലീസിന്റെ ബലം ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിനക്കൊരു പോറൽ പോലും ഏൽക്കാതെ പുള്ളി നോക്കിയോളും. നമ്മുടെ പോലീസ് ജെനുവിനാണ്, വിശ്വസ്തരാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? യു ആർ എ സബ്സ്റ്റിറ്റ്യൂട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട്? യെസ്, പകരക്കാരൻ. പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത ഒരാളിന് പകരം പീറ്റർ. ദാറ്റ്സ് ഓൾ. താനൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടി ചില കാര്യങ്ങൾ പറയുന്നു. ഞാനൊരു പബ്ലിക് ഫിഗർ അല്ല. എന്നെ ഒരു തെണ്ടി അറിയുമില്ല. പിന്നെ ഞാനതിന് പത്രക്കാരത്ത് പോണം. ഒന്നിനെ കുറിച്ച് കൂടുതൽ അറിയാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചറിയുക, ഏറെ വിശ്വസിക്കുക. ഒരാൾ ഞാനും അയാളും തമ്മിൽ എന്തെങ്കിലും ഒരു സാമ്യം വേണ്ടേ? ഞാൻ ഇരിക്കുന്നിടോ ചിരിക്കുന്നിടോ ഒന്നായാ മതിയോ? തന്നെ വല്ല പത്രക്കാരാ ചില കൊനിഷ്ഠ ചോദ്യങ്ങൾ ചോദിച്ചൊന്നും ഇപ്പൊ എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ട എന്ന് ഞാൻ പറഞ്ഞുതരാം. ഡോണ്ട് വറി. അല്ല, അത് എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. അതെന്താ? താൻ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രസ് കോൺഫറൻസ് കഴിയുന്നവരെ പുറത്തു പോകാൻ പറ്റില്ല. അയ്യോ, അത് 30 ലക്ഷം. അത് വേണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ഗോ. ജോർജ് കം. അതെ, ഒരു
ഇവൻ ഇതെല്ലാം കൂടി കുളവാക്കുമെന്നാ എന്റെ പേടി. അതൊന്നുമില്ല. അവൻ ഫ്രാഡാണെങ്കിലും ചില ക്വാളിറ്റീസ് ഒക്കെ ഉള്ളവനാ. തനിക്കാക്കിയൊന്ന് ഊരി വെക്കടൂ. ഇട്ട് കൊതി തീരുന്നതിന് മുമ്പ് എന്റെ തൊപ്പി തെറിച്ചു. ദേ ഇതൊക്കെ തനിക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം മറക്കരുത്. എടോ ജോർജ്, താൻ സർവീസിലിരുന്ന് റിട്ടയർ ചെയ്യുമ്പോ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുക ഞാൻ തനിക്ക് തരും. സർവീസിൽ ഇരുന്നിട്ട് വേണ്ടേ റിട്ടയർ ചെയ്യാൻ? ഇതൊരു കൈവിട്ട കളിയാണ്. പത്രക്കാരെയും പോലീസിനെയും പറ്റിക്കാൻ കൂട്ടു നിൽക്കുന്നത് സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരു പോലീസുകാരാണെന്ന് അറിഞ്ഞാ എന്റെ സസ്പെൻഷൻ ഉടനെ ഡിസ്മിസലാവും. ഇന്റർപോൾ ഇന്റലിജൻസുകാരും വില പറഞ്ഞിട്ടുള്ളവനാണ് ഞാൻ. എന്റെ കീഴടങ്ങില് ഇവിടെ ഒരു സെൻസേഷൻ ഉണ്ടാക്കും. അതിന്റെ ബഹളം കെട്ടടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പറന്നിരിക്കും. പക്ഷേ ഇക്ബാൽ ഖുറേഷി എന്ന തനിക്ക് പകരം കീഴടങ്ങുന്നത് പീറ്ററാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. എടോ, ഇതൊരു തരം ഇല്യൂഷനാ. ഒറ്റപ്പാട് സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കുക പീറ്ററിലേക്ക്. പക്ഷെ അവനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു സാദൃശ്യം വേണ്ടേ? അവന് നമ്മളൊരു പുനർജന്മം കൊടുക്കുന്നു. പുതിയ രൂപം, പുതിയ ശബ്ദം. ഇൻ ഷോർട്ട്, എ ന്യൂ ഐഡന്റിറ്റി. തന്നെ ഇപ്പൊ ഇന്ത്യയിലേക്ക് കെട്ടിയെടുത്തില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. എടോ, എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചു. നാളത്തെ പത്രങ്ങളിലെ ലീഡ് ന്യൂസ് ഇക്ബാൽ ഖുറേഷിയുടെ കീഴടങ്ങലായിരിക്കണം. സർ, ഇതിലെന്തോ ചതിയുണ്ട്. മിസ്റ്റർ ലിയോ, വർഷങ്ങളായി നമുക്കെല്ലാവർക്കും തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇക്ബാൽ ഒരു ടെൻഷനും ഉണ്ടാക്കാതെ സ്വയം കീഴടങ്ങാമെന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? യു സെറ്റ്. സ്പൈ വർക്ക് തുടങ്ങി കൊലപാതകം വരെ ഇഷ്ടം പോലെ കേസുകൾ ഇക്ബാലിന്റെ പേരിലുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ഇന്ത്യ വിട്ടത്. പിടിക്കപ്പെട്ട ഇയാൾക്ക് വധശിക്ഷ ഉറപ്പാണ്. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അയാൾ സറണ്ടർ ചെയ്യുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? താൻ എന്നെ ക്രിമിനൽ സൈക്കോളജി ഒന്നും പഠിപ്പിക്കണ്ട. കേരള പോലീസിനും കുറച്ച് പബ്ലിസിറ്റി ഒക്കെ കിട്ടട്ടോ. You take the publicity, you take the credit. Just give Iqbal to me. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഇക്ബാൽ ഖുറേഷി അറസ്റ്റ് ചെയ്തു എന്ന് സാർ അനൗൺസ് ചെയ്യണം. തനിക്കെന്താ ഭ്രാന്തുണ്ടോ? നാളെ കീഴടങ്ങാമെന്ന് പറഞ്ഞ കുറ്റവാളിയെ ഞാൻ ഇന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറയണോ? എന്നിട്ട് വേണം. Damn it. ഇക്ബാലിന്റെ ഉദ്ദേശം വേറെ എന്തോ ആണ് സർ. എന്തായാലും താൻ പറയുന്നത് കേട്ട് മണ്ടത്തരം കാണിക്കാനൊന്നും എന്നെ കിട്ടില്ല. നമ്മൾ അറിയാതെ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. സാറ് വിചാരിച്ചാൽ നോ, ഇറ്റ് ഈസ് ടു റിസ്കി. യു മേ ഗോ. ഞാൻ സാർ, നാളെ ഉച്ചയ്ക്ക് ശേഷം യു ആർ ഫ്രീ. ജസ്റ്റ് ഫ്യൂ മോർ അവേഴ്സ്. പിന്നെ മകളോടൊത്ത് എത്ര നേരം വേണമെങ്കിലും കഴിയാമല്ലോ. എന്താ വിളിച്ചത്?
അല്ലേ? Fantastic. എന്താ പേര്? പീറ്റർ മാത്യു സ്കോട്ട്. ഇപ്പൊ തന്റെ പേര്? അപ്പച്ചന്റെ പേരോ? അപ്പച്ചന്റെ പേരല്ല, ഈ വേഷത്തിൽ തന്റെ പേരെന്താന്ന്? ആഹാ, ഇക്ബാൽ കൃഷി അല്ല, ഇക്ബാൽ ഖുറേഷി. വയസ്സ്? 52. 1983 അറസ്റ്റ് ഭയന്ന് ഇന്ത്യ വിട്ട നിങ്ങൾ ഇപ്പൊ എന്തിനാ കീഴടങ്ങുന്നത്? അത് നിയമത്തിന്റെ പിടിയിൽ നിന്നുള്ള ഒളിച്ചോട്ടം മടുത്തു. പോലീസിന്റെ സമ്മർദ്ദം മൂലമാണ് കീഴടങ്ങിയെന്ന് പറയപ്പെടുന്നു. ശരിയാണോ? അതെ. അത് പോലീസിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണോ ഇത് ചെയ്തത് എന്നാണ് ചോദിച്ചത്. കമോൺ, സ്പീക്ക് ഔട്ട്. എന്തൊന്ന് തൊലിഞ്ഞ ചോദ്യമാ സാറേ. അതൊന്നും എഴുതി തന്നേലില്ലല്ലോ. ഇതാ എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ്. ആരെന്ത് ചോദിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. എപ്പോഴും തയ്യാറായിരിക്കുക. ഒരു ചോദ്യത്തിന്റെ മുമ്പിലും പതറാതിരിക്കുക. എങ്ങനെ പതറാതിരിക്കും? ആൾ മാറാട്ടമാ കേസ്. പിടിച്ചകത്താക്കിയ പിന്നെ ജയിൽ ഇടിഞ്ഞാൽ പോലും പുറത്തു വരാൻ പറ്റൂല. കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ. ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ നോ കമന്റ്സ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടണം. നോ കമന്റ്. അവരുടെ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയാ. എന്റെയും നിന്റെയും ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണിത്. സൂക്ഷിച്ചാൽ ഇതോടെ രക്ഷപ്പെടാം. മനസ്സിലായോ? എന്താ പേര്? ഇക്ബാൽ ഖുറേഷി. ഞാൻ കൃത്യം 11 മണിക്ക് കോൺഫറൻസ് ഹാളിലെത്താം. എന്റെ ഒരു കാര്യത്തിലും പോലീസ് ഇടപെടാൻ പാടില്ല. ന്യായമായ ശിക്ഷ മാത്രമേ എനിക്ക് ലഭിക്കൂ എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാനിതിന് തയ്യാറാവുന്നത്. സോ നോ ട്രിക്സ് ടു മീ. ഓക്കേ? നമ്മളെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവൻ പത്രങ്ങളെ സാക്ഷി നിർത്തി കീഴടങ്ങുന്നത്. പത്രക്കാരുടെ മുന്നിൽ എത്തുന്നതിന് മുൻപ് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യണം. നോ, പത്രക്കാരോട് എന്തു പറയുന്നു എന്നുള്ളത് കോടതിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇയാളെ എങ്ങനെ തിരിച്ചറിയുമെന്നതാണ് മറ്റൊരു പ്രശ്നം. 1989 ഇക്ബാൽ സിംഗപ്പൂരിൽ വെച്ച് പ്ലാസ്റ്റിക് സർജറി നടത്തിയെന്നാണ് ഇന്റർപോളിന്റെ റിപ്പോർട്ട്. അതിനുശേഷം ഇയാളുടെ രൂപവും ഭാവവും എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിന് വ്യക്തമായ ധാരണകളൊന്നുമില്ല. ഇത്രയും നൊട്ടോറിയസ് ആയ ക്രിമിനലിന്റെ പടങ്ങളൊന്നുമില്ലേ? ഐ മീൻ ഫോട്ടോഗ്രാഫ്സ്? നോട്ട് അവൈലബിൾ. ഞാനത് അന്വേഷിച്ചു. അന്താരാഷ്ട്ര കുറ്റവാളി ഇക്ബാൽ ഖുറേഷി നാളെ 11 മണിക്ക് പത്രക്കാരുടെ സാന്നിധ്യത്തിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് കീഴടങ്ങും. ഭാരതത്തിലും വിദേശത്തുമായി നിരവധി കേസുകൾ ഇക്ബാലിന്റെ പേരിലുണ്ട്. ഇന്ത്യക്ക് 1000 കോടി രൂപയുടെ ലോകബാങ്ക് സഹായം. എന്റെ ഇക്ക മയ്യത്തായത് നീ കാരണമാണ്. പോലീസിന് കീഴടങ്ങുന്നത് കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഖാലിദ് ജീവിച്ചിരിക്കുമ്പോൾ അതുണ്ടാകില്ല. Only 15 minutes. 30 lakhs. പോയി വരൂ. ഗുഡ് ലക്ക്. എന്താ അത്? പേടിക്കാനൊന്നുമില്ല, ഒരു ചെറിയ മുൻകരുതൽ. ധൈര്യം കിട്ടാൻ ഒരു മെഡിസിൻ, ദാറ്റ്സ് ഓൾ. സംസാരിക്കുമ്പോൾ നാക്ക് കുഴഞ്ഞേയിരിക്കൂ. ഭയപ്പെടണ്ട. പുതിയ പേര്, പുതിയ രൂപം, പുതിയ വ്യക്തിത്വം, പുതിയ ശബ്ദം. വരൂ. ബി കെയർഫുൾ. പത്രസമ്മേളനം കഴിയുന്നതുവരെ പീറ്ററിന് ഒന്നും സംഭവിക്കരുത്. താനിതിന്റെ കൂടെ പോണം. ഇതിലേതെങ്കിലും ഒരു കാറിലായിരിക്കും പീറ്റർ ഉണ്ടാകുക. എന്താ ഇതിന്റെയൊക്കെ ഉദ്ദേശം? ഒരുതരം ഇല്യൂഷൻ, എ കൈൻഡ് ഓഫ് മാജിക്. ഇത്രയും വലിയൊരു സെക്യൂരിറ്റി ഇവന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. ഇന്ന കാറിലാണ് പീറ്റർ എന്ന് ആരും അറിയരുത്. തന്റെ ഒരു മാജിക്കും ഇല്യൂഷനും എന്നെ വെട്ടിലാക്കരുതട്ടാ. ഈ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ ഈ കോന്തല നമുക്ക് ആവശ്യമില്ല. അതുവരെ എത്തണ്ടേ? Come on.
മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സോറി സാർ, അകത്തേക്ക് പോകാൻ പറ്റില്ല. അകത്തേക്ക് പോകാം. പോകാൻ പറ്റില്ല. യൂസി പറ്റില്ലെന്ന് പറഞ്ഞില്ല. എന്താ നിങ്ങൾ എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാ ചോദിക്കാം. പോലീസും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു ഒത്തുകളിയാണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, ശരിയാണ്? നോ, നോ. കോടതി നിങ്ങൾക്ക് വധശിക്ഷ നൽകുമെന്ന് ഉറപ്പായിട്ടും നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത്? നോ കമന്റ്സ്. You are accused of the murder of several people. What is your opinion? നല്ല ഒപ്പീനിയൻ. I want to know the real opinion. മലയാളത്തിൽ പറയണേ. ഇലക്ഷൻ ഫണ്ടിലേക്ക് 1 കോടി രൂപ ഡൊണേറ്റ് ചെയ്തു എന്ന് പറയുന്നത് സത്യമാണോ? സത്യമായിരിക്കാം, ചിലപ്പോ കള്ളമായിരിക്കാം. തനിക്ക് എന്താ ഇത്ര വിഷമം? തന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശൊന്നും അല്ലല്ലോ. പ്ലാസ്റ്റിക് സർജറി നടത്തിയത് എവിടെ വെച്ചായിരുന്നു? എന്റെ വീട്ടിൽ വെച്ചല്ല. സോറി, അത് കോൺഫിഡൻഷ്യൽ ആണ്. കീഴടങ്ങിയാൽ ഉപദ്രവിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് വന്നിട്ടുണ്ടല്ലേ? മുഖ്യമന്ത്രി വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കേൾക്കുന്നില്ല. ഇനിയുള്ള ചോദ്യങ്ങൾ കോടതിയിൽ ചെന്നിട്ടാവാം. കോടതിയോ? ഏത് കോടതി? അതൊക്കെ പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. പറയാൻ പറഞ്ഞു. ഒരു 15 മിനിറ്റിനും 30 ലക്ഷം രൂപയ്ക്ക് ഞാൻ അത് അല്ല എനിക്ക് പറയാൻ കേൾക്കണം. പോലീസുകാരൻ ജോർജ് ആ കിളവനും കൂടി ഞാൻ പറയട്ടെ സാർ.
ഞാനാ പീറ്റർ. പീറ്റർ, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഞാനാടോ പീറ്റർ. പീറ്റർ, എന്നെ കൊല്ലാൻ പറഞ്ഞാണല്ലേ ബാസ്റ്റാർഡ്. കർത്താവേ, ആശ്വാസായി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എവിടുന്നാ വിളിക്കുന്നേ? തന്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ നിന്ന്. താൻ എന്തൊക്കെയാടാ പറഞ്ഞേ? 15 മിനിറ്റ് അവിടെ നിന്നാ മതി. പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ഒന്നും അറിഞ്ഞു തുടങ്ങി നോ കമന്റ്സ് എന്ന് പറയാൻ പോലീസ് കൊണ്ടേപ്പയും പറഞ്ഞു. എന്നിട്ട് പൊടിയും തട്ടിങ്ങി പോന്നാ മതി. ആ 30 ലക്ഷം രൂപ ഒലത്ത് വന്നു. എന്നിട്ട് എന്നെ കൊല്ലാൻ ബോംബുമായിട്ട് ആളായി ചെല്ലടോ കടൽക്കഴവാ. എനിക്കതിന്റെ ആവശ്യമില്ല. ആ ജോർജ് നമ്മളെ രണ്ടുപേരെയും ചതിക്കുകയായിരുന്നു. ആ, നീ വിഷമിക്കേണ്ട, അത് ഞാൻ ഡീൽ ചെയ്തോളാം. നിനക്ക് തരാനുള്ള പണം എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. പണം? എന്റെ ജീവൻ തിരിച്ചിട്ടിയത് എന്നെ ഭാഗ്യം. താൻ പറഞ്ഞല്ല, ഞാൻ അപ്പാടെ വിശ്വസിച്ചതാണ് എന്റെ തെറ്റ്. അതുകൊണ്ട് നിനക്ക് നല്ലതേ വരൂ. ഇനി നീ സ്വതന്ത്രനാ. നിന്റെ പ്രതിഫലം ഞാൻ എവിടെയാ എത്തിക്കേണ്ടത്? പറയൂ, പറയൂ, പറയൂ പീറ്റർ. ലില്ലി സ്ട്രീറ്റ്, ഹൗസ് നമ്പർ 21. ഓക്കേ പീറ്റർ, ഐ ആം സോറി, റിയലി സോറി. ഈ സിറ്റി എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, അതുപോലെ ദോഷങ്ങളും. മതിയായി. എല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ? പാവയെല്ലിനിടം പാതാളം എന്ന് എന്റെ മോളെയും കൊണ്ട് ഈ സിറ്റി വന്നു. അന്ന് തുടങ്ങിയതായി കഷ്ടകാലം. വന്ന അന്ന് തന്നെ എന്നെ എൽദോയും പോലീസ് തപ്പി. കഷ്ടപ്പെട്ട് മോട്ടിച്ചോണ്ട് വന്ന കാശ് കള്ളനോട്ടും. എന്നാ ഒരുത്തനെ തട്ടിക്കൊണ്ടുവന്ന് അവന്റെ കാശ് കൊണ്ട് കടം തീർക്കാമെന്ന് വെച്ചപ്പോ കിട്ടിയതോ ഒരു കുറേശ്ശി കുരിശ്. കൈ കാശില്ല, കുഞ്ഞിന് സുഖവും ഇല്ല, ഇപ്പൊ ആൾമാറാട്ടമായി. ഇക്ബാൽ ഖുറേഷിയല്ലേ പോലീസിനറിയോ? പീറ്ററിനല്ലല്ലോ. അതെ, എന്നാലും ഞാനും കുടുങ്ങും. നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. എന്നെ എന്റെ കുഞ്ഞിന്റെ അടുത്ത് ഒന്ന് എത്തിക്കണം. ആശുപത്രിയിൽ ഈ സന്ദർഭത്തിൽ ഞാൻ ഒറ്റയ്ക്കിപ്പോ. ഈ വേഷത്തിലോ? ബസ്സിൽ പുരുഷവേഷവും കെട്ടാറുണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ജീവിക്കണ്ടേ പീറ്ററെ? അതൊക്കെ പോട്ടെ. ആലിയുടെ അമ്മ ഇപ്പൊ എവിടെ ഉണ്ട്? ജീവിച്ചിരിപ്പുണ്ട്. സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് ലേഡീസിന്റെ സിമ്പതിയെ അത് വേണ്ട. അവളും ജീവിച്ചിരിപ്പുണ്ട്, ഞാനും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അതെന്തുകൊണ്ട്? അത് ശേഷം അടുത്ത ലക്കത്തിലെ പൈങ്കിളി. ഇപ്പൊ ബാ.
എക്സ്പ്ലോഷനിൽ ചിതറിപ്പോയ ശരീരങ്ങളിൽ നിന്ന് 2 കോൺസ്റ്റബിൾസിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മരിച്ചവരുടെ എണ്ണം 4 അതിൽ കൂടുതലോ വരുമെന്നാണ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ടത് ഇക്ബാൽ ഖുറേഷി തന്നെയാണോ, അല്ലെങ്കിൽ അത് ആരാണ്? അവശേഷിക്കുന്ന തെളിവുകൾ പ്രസ് കോൺഫറൻസ് നടന്നിടത്തു നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ്സ് മാത്രമാണ്. ഒന്നിലധികം കാറുകൾ ഉപയോഗിച്ചത് അയാൾ ഏത് വെഹിക്കിളാണെന്ന് മനസ്സിലാക്കാതിരിക്കാനാണ്. ടൂറിസ്റ്റ് ടാക്സികളായിരുന്നു എല്ലാം. ഒരു മന്ത്രിക്ക് എക്സ്കോർട്ട് പോകണം എന്ന് പറഞ്ഞാണ് വണ്ടികൾ ബുക്ക് ചെയ്തിരുന്നത്. മുഴുവൻ തുകയും നേരത്തെ കൊടുക്കുകയാണ് ഉണ്ടായത്. എക്സ്പ്ലോഷനിൽ ഇക്ബാൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെന്തിനാ വേറൊരുത്തനെ കൊല്ലാൻ അയച്ചത്? അവിടെ നിന്ന് രക്ഷപ്പെട്ടാലും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടരുത്. ഒരു തരം ഡബിൾ ഗ്യാരണ്ടി. പക്ഷെ പോലീസിന്റെ പിടിവരെ എത്തിയിട്ട് ഇത് സംഭവിച്ചത് നോ നോ. എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. ഇനി ഇവിടെ നിന്നാൽ ആപത്താണ്. അതെ, സുഖമില്ലാത്ത കുട്ടിയും കൊണ്ട് യാത്ര ചെയ്യുന്ന റിസ്ക് ആണ് മാഷെ. അതെനിക്കറിയാം ബിസി. ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു മാർഗവും കാണുന്നില്ല. എന്താണോ സല്യൂട്ട് ചെയ്യാനൊരു മടി? മേലധികാരിയെ സല്യൂട്ട് ചെയ്താൽ പാപമൊന്നും കിട്ടില്ല. സ്റ്റൈലായിട്ടോ സല്യൂട്ട് ചെയ്തേ കാണട്ടെ. ചുറ്റുമുള്ള എല്ലാ വീടുകളും പരിശോധിക്കണം. സ്റ്റേഷനിൽ വിവരം അറിയിച്ച ആളെവിടെ? വിളിക്കാമെന്നല്ല, വിളിക്കാം സാർ. ഓക്കെ? SI ഈസ് അൻ SI. ഇതാണോ കൊലപാതകം വന്ന കാറ്? അറിയില്ല സർ. യെസ്. ദില്ലി സ്ട്രീറ്റിലെ ഹൗസ് നമ്പർ 21 ഒരു മർഡർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് ഇക്ബാലിന്റെ ഗുണ്ടയായ റസാഖിന്റെ കാർ കിടപ്പുണ്ട്. കുഞ്ഞ് അയ്യോ മാഷെ. സിസ്റ്റർ, ഉച്ചയ്ക്ക് ശേഷം ICUലോട്ട് മാറ്റി. ഷീ സീരിയസ്. ഇപ്പൊ കാണാൻ പറ്റില്ല. ഹലോ, ഓട്ടും തയ്യും ഒക്കെ കിട്ടി എങ്ങോട്ടാണ്? സോറി. അതെ, ഈ യൂണിഫോം ഇട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് വെറുതെ ഷോക്കല്ല. സർ, അത് ഞാൻ കേട്ട ഇൻഫർമേഷൻസ് ഒക്കെ കൈ തന്നെ ഇരുന്നോട്ടെ. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പുറത്ത് പോണം. ഹലോ, ലിയോ ഫെർണാണ്ടസ്, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. ഓഹോ, സ്പെഷ്യൽ ആണല്ലേ? അതിന് ഞാനെന്ത് വേണം? കൊല്ലപ്പെട്ടത് ഇക്ബാൽ ഖുറേഷിയുടെ ഗുണ്ടയാണോ എന്ന് സംശയമുണ്ട്. ഓ റിയലി? സംശയങ്ങൾ തീർക്കാനുള്ള സ്ഥലം ഇതല്ല. ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവുമെന്ന് എനിക്കറിയാം. വേണ്ടാത്ത സംശയങ്ങൾ ഉണ്ടാക്കി വെറുതെ പ്രശ്നം വഷളാക്കണ്ട. ഇതിനകത്ത് കാരണമെങ്കിൽ മുകളിൽ നിന്നുള്ള ഓർഡേഴ്സ് വേണം. മുകളിൽ നിന്ന് പറഞ്ഞ ഇവിടുന്ന് ദൈവത്തിന്റെ അടുത്തുനിന്ന്. All that I need is some fingerprints, man. ഇംഗ്ലീഷ് പറഞ്ഞെന്നെ വരട്ടണ്ട. എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാതിരിക്കുകയാണ്. അത് മനസ്സിലായി. ലോക്ക് മാഷേ, ഈഗോ ക്ലാഷസ് ഡിസ്കസ് ചെയ്യാനുള്ള സ്ഥലമില്ലത്. അതിനുള്ള സമയമില്ല. സോറി, കുറച്ച് വെയിറ്റ് ചെയ്യൂ. ഇയാൾക്കെന്താ മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? സോറി. എന്താ സംഭവിച്ചത്? സാറിന് വല്ല പറ്റി? എനിക്ക് പറ്റുന്നത് വരെ നീയൊക്കെ നോക്കി നിന്നുവല്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും കഴിവ് കെട്ടന്മാരുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരുത്തിനെയും വിടില്ല ഞാൻ. തകർക്കും. തൊപ്പിയെടുക്കണോ? മാർച്ച് മാർച്ച് ആൻഡ് ചാർജ്. എസ്കേപ്ഡ്. നിന്റെയൊക്കെ കയ്യിൽ ലാത്തി വന്നിരിക്കുന്നത് വെറുതെ അലങ്കാരത്തിനല്ല. അകത്ത് നടന്നത് പുറത്തറിയണ്ട.
നോൺസെൻസ്. ഒന്ന് ഇക്ബാലിന്റെ പോലീസ് റെക്കോർഡ്സിലുള്ള ഫിംഗർ പ്രിന്റ് ആണ്. പക്ഷെ ഇതും പ്രസ് കോൺഫറൻസ് നടന്നിടത്തുനിന്ന് കിട്ടിയതുമായി യാതൊരു സാദൃശ്യവുമില്ല. ഇക്ബാൽ പ്ലാസ്റ്റിക് സർജറി നടത്തി മുഖം മാറ്റിയാലും വിരലടയാളം മാറ്റാൻ പറ്റില്ലല്ലോ. ദാറ്റ് മീൻസ് ഇക്ബാലിന് പകരം വേറെ ആരോ ആണ് അവിടെ വന്നത്. സാർ, അത് ഈസ് ദാറ്റ് ക്ലിയർ? സാർ, ഇതേ ആളിന്റെ ഫിംഗർ പ്രിന്റ് തന്നെയാണ് ഇക്ബാലിന്റെ ഗുണ്ട കൊല ചെയ്യപ്പെട്ടിടത്തുനിന്ന് കിട്ടിയത്. Who the hell is he? ഇതേ ഫിംഗർ പ്രിന്റ്സ് പോലീസിന്റെ കേസ് ഫയൽ ഉണ്ടോന്ന് നോക്കൂ. യെസ്, പീറ്റർ മാത്യു സ്കോട്ട്, എക്സ്പെർട്ട് ഫോർജർ. ഏത് ഡോക്യുമെന്റിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നതിൽ വിദഗ്ധൻ. I need his details. All the details. Now. ഇക്ബാൽ ഖുറേഷി മരിച്ചിട്ടില്ല. അയാൾക്ക് പകരം പീറ്റർ എന്ന് പറയുന്ന വേറൊരാളാണ് ഇവിടെ വന്നത്. What do you mean? ബുദ്ധിപൂർവമായ ഒരു ആൾമാറാട്ടം. കുറ്റവാളിക്ക് പകരം വേറൊരാളിനെ മീഡിയയുടെ മുന്നിലേക്ക് വിടുക, എന്നിട്ട് ഒരു എക്സ്പ്ലോഷനിൽ അയാൾ മരിച്ചെന്ന് വരുത്തി തീർക്കുക. ഇതാണ് സംഭവിച്ചത്. കൊള്ളാം, തനിക്ക് നല്ല ഭാവനയുണ്ട്. ബട്ട് സർ, ദിസ് ഇസ് ദ ട്രൂത്ത്. ഐ നീഡ് പോലീസ് ഫോഴ്സ്. എന്തിന്? ഖുറേഷിയെയും പീറ്ററിനെയും ഒരേ സമയം അറസ്റ്റ് ചെയ്യണം. അവരൊക്കെ എവിടെയുണ്ട്? ഉണ്ട്. പീറ്ററിന്റെ കുട്ടി ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ 211 നമ്പർ മുറിയിലുണ്ട്, ഇൻക്ലൂഡിംഗ് പീറ്റർ. ഇക്ബാലിന്റെ ഹൈഡ് ഔട്ട് ഞാൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞു സാർ. കൺഗ്രാറ്റുലേഷൻസ്, ഗുഡ് വർക്ക്. തന്റെ കഴിവുകൾ ഇവിടെ വേസ്റ്റ് ചെയ്യാനുള്ളതല്ല. യു ക്യാൻ ഗോ ബാക്ക് ടു ഡൽഹി. കേസ് അന്വേഷണത്തിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുക എന്നതിൽ കവിഞ്ഞ് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കൊല നടന്ന സ്ഥലത്ത് അതിക്രമിച്ച് കടക്കുക, SIയെ തല്ലുക, ഇതൊന്നും അത്ര ചെറിയ കാര്യങ്ങളല്ല. But that's a different issue, sir. എന്തായാലും ഡൽഹിയിലേക്ക് കംപ്ലൈന്റ് പോയിട്ടുണ്ട്, അതിന്റെ മറുപടി വരട്ടെ. ബട്ട് സർ, 5 വർഷമായി ഞാൻ ഈ കേസിന്റെ പുറകെയാണ്. 5 years. അതിന് ഞാൻ എന്ത് വേണം? You Will you please? Please. thank you. ആ ശെൽവരാജിനോട് ഇങ്ങോട്ട് വരാൻ പറയും. പീറ്റർ, ഹോളി ക്രോസ് ഹോസ്പിറ്റൽ, റൂം നമ്പർ 211. അറസ്റ്റ് ഹിം. ഈ പീറ്റർ ആണ് ഇക്ബാലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട്. കുറച്ച് ക്രെഡിറ്റ് നമ്മുടെ പോലീസിന് കിട്ടട്ടെ. സീരിയസ് ആണെങ്കിൽ എന്നെ വിവരം അറിയിക്കേണ്ട ചുമതല ഡോക്ടർക്കില്ലേ? ഞാൻ എങ്ങനെ അറിയിക്കും? ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നമ്പറോ അഡ്രസ്സോ ഉണ്ടോ? താൻ നാടോടിയല്ലേ? നാടോടി. കുട്ടിയെ എപ്പോ കൊണ്ടുപോവാ? എപ്പോ ഉണങ്ങി കൊണ്ടുപോവാ. അതെന്താ പറഞ്ഞില്ല ഡോക്ടറെ? കുട്ടിയെ ഡിസ്ചാർജ് ചെയ്താൽ എങ്ങനെ കൊണ്ടുപോകും? ഡിസ്ചാർജ് ചെയ്യാറാകുമ്പോ പറയാം. അതപ്പോ പറയാൻ പറ്റും. എടോ, എന്റെ ട്രീറ്റ്മെന്റ് ശരിയല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോവാം. രോഗം തടവിയോ തലോടിയോ മാറത്തില്ല. ഐ വാണ്ട് ടൈം. എന്റെ കാര്യം വലിയ കഷ്ടത്തിലാ ഡോക്ടർ. അതിന് ഞാനെന്താ വേണം? എനിക്ക് തന്നോട് സംസാരിക്കാൻ സമയമില്ല. പോടോ. ഇയാള് മൂന്ന് മാസമായി ഇവിടെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് എന്റെ ഒത്തിരി പൈസയും ചെലവായി. ഇതുവരെ അവിടെ അസുഖം എന്താണെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത് അറവുശാലയാണോ അത് ആശുപത്രിയാണോ? എടോ, തന്റെ മോളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. കാശില്ലെങ്കിൽ ധർമാശുപത്രി കൊണ്ടുപോ. ഡോക്ടർ ഇങ്ങനെ ദയവില്ലാതെ സംസാരിക്കുന്ന കഷ്ടമാണ്. എടോ, ദയ കാണിക്കാൻ ഞാൻ ആര്? ഫാദർ ഡാമിയനോ അതോ യേശു ക്രിസ്തുവോ? ഇറങ്ങി പോടോ. അയ്യോ, ആദ്യം മര്യാദയ്ക്ക് വർത്തമാനം പറയാൻ പഠിക്കും, എന്നിട്ടാവാൻ ചികിത്സ. കണ്ണി ചോരയില്ലാത്ത ദുഷ്ടൻ. ഇതാ തുടക്കേ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച ഇപ്പൊ ഈ മൂക്ക് മുറിഞ്ഞതേ ഉള്ളൂ. ഇനി സാധനം ഇവിടെ കാണില്ല, പറഞ്ഞേക്കാം. ഡോക്ടർ, നിഷ ഇവിടെ നിൽക്ക്. Surround the place. ഒറ്റ എണ്ണത്തിന് വെളി വിടരുത്. അറേസ്റ്റ് കൊടുക്കണം.
എന്താ യോ മാഷേ, പോലീസ് വന്നിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങൾ എങ്ങനെയും പിടിപ്പെടാതെ രക്ഷപ്പെട്ടോളാം. ഇവിടുന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടും? ചുറ്റിന് സെക്യൂരിറ്റി വിഷമിക്കണ്ട, ഇതാ ഞങ്ങളുടെ കാറിന്റെ കീ. thank you. എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടോ. Come on, ചുപ്പ്. നീ വാ. എല്ലാ മുറിയും പരിശോധിക്കുക. നിന്റെ അമ്മൂമ്മയുടെ ബ്രേക്ക് ഡാൻസ് കാണാനുണ്ട്. അവൻ രക്ഷപ്പെടരുത്. എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചിരിക്കണം. ഞാനൊക്കെ ഇവിടെ വായി നോക്കി നിൽക്കായിരുന്നു. നോക്കി നിൽക്കാതെ വണ്ടി എടുക്കണോ? സർ, അയാൾ എന്റെ കാറിലാണ് കടന്നു കളഞ്ഞത്. ഞാൻ ഓടി വന്നപ്പോഴേക്ക് ഇവിടെ പിടിച്ചിറക്കി കഴിഞ്ഞിരുന്നു. 4 പേരൊക്കെ ഒരുമിച്ച് വന്നാൽ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും സർ? 4 പേര് ഒരാളാണെന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. 4 പേര്. നിർത്തണം. വണ്ടിയുടെ നമ്പർ എത്രയാ? KBT 2173. KBT 2173. ഓക്കെ. കൺട്രോൾ റൂം KBT 2173. ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ നിന്ന് മോഷ്ടിച്ച കാറ് ഏത് തരം കാറാണ്? സർ, യു റിയലി വണ്ടർഫുൾ. ഇത്രയും സ്മാർട്ട് ആയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, ഡിപ്പാർട്ട്മെന്റിൽ പലരും ഇത് പറയാറുണ്ട്. ഏത് തരം കാറാണ്? റെഡ് മാരുതി. സർ, മാരീഡ് ആണോ? അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറഞ്ഞുതരാം. റെഡ് മാരുതി 2173. 4 പേരുണ്ട്. അറസ്റ്റ് them. Block all the roads. They are armed and dangerous. അതെടുത്തു തരാൻ എന്റെ ഓർഡർ വേണോ? പോയി എടുക്കണോ? ഓ, അവിടെ. ഓ, എടുക്കണോ? മാർച്ച്. അല്ല, റെഡ് മാരുതി. വണ്ടി മാറ്റിയിടറോ? അയാളെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം. മുഖലക്ഷണം നോക്കിയല്ല ഞാൻ കുറ്റവാളികളെ പിടികൂടുന്നത്. ബുദ്ധി ഉപയോഗിച്ചാണ്. എന്തുപയോഗിച്ചാണ്? ബുദ്ധി. അതുള്ളത് കൊണ്ട് വിദേശചാരന്മാരെ പോലും പിടികൂടാൻ ഡിപ്പാർട്ട്മെന്റിനെ നേരിട്ട് നിയമിച്ചിരിക്കുന്നത്. KBT 2173 ചുവന്ന മാരുതി. അതിൽ സഞ്ചരിക്കുന്ന 4 പേരെയാണ് നമുക്ക് അറസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ മുഖത്ത് കള്ളലക്ഷണമുള്ളവരെയല്ല. അത് വഴിയിൽ വെച്ച് വണ്ടി മാറിക്കൂടുന്നില്ലോ സാർ. ഓഹോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. താൻ ഇവിടെ ഇരിക്കും, ഞാൻ തന്റെ സീറ്റിൽ ഇരിക്കാം. സാർ, ആവശ്യമില്ലാത്ത അഭിപ്രായം പറഞ്ഞ് കൂടുതൽ ഷൈൻ ചെയ്യണ്ട. കോൺസ്റ്റബിൾ ഈസ് എ കോൺസ്റ്റബിൾ. SI ഈസ് ആൻ SI. അണ്ടർസ്റ്റാൻഡ്? സാർ. കയറിയിരിക്കണോ? മാർച്ച്. ഇങ്ങനെയാണോ ബ്രേക്ക് ഔട്ടുന്നത്? ഓഹോ, റിലാക്സ് ചെയ്തിരിക്കുകയാണല്ലേ. നിങ്ങൾ ഇങ്ങനെ വായി നോക്കി നിന്നാൽ നിങ്ങളുടെ മൂക്കിന് താഴെ കൂടി അവന്മാർ പോയാലും നിങ്ങളതറിയില്ല. എല്ലായിടത്തും എനിക്ക് എപ്പോഴും എത്താൻ പറ്റിയെന്ന് വരില്ല. പിന്നെ കേരള പോലീസിന്റെ പ്രസ്റ്റീജ് കേസാണിത്. നിങ്ങളായിട്ടത് ചളമാക്കരുത്. ഇല്ല. ഇല്ല സർ. എന്താണോ മറുപടിക്ക് എത്ര താമസം? തനിക്ക് വന്നേ. എന്താ സാർ? പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗിന് വന്നപ്പോ തന്റെ ഭാര്യ ഒരു സാരി ഉടുത്തിരുന്നല്ലോ, ഈ നീലയിൽ കസവ് ബോർഡർ ഉള്ളത്. എവിടെന്നാ അത് വാങ്ങിയത്? കൊള്ളാം, എന്റെ ഭാര്യയ്ക്കും അതുപോലെ ഒരെണ്ണം വേണ്ടി വരും. ഓക്കെ, ബി അലർട്ട്. എടോ പച്ച മാരുതിയല്ല, ചുവപ്പ്. വീടി വിടോ. എടോ വയലറ്റ് അല്ലടോ, റെഡ്. വീടി വിടോ ഒന്നുകൂടി. എന്താ കാള വണ്ടിയാണോ അത്? പറഞ്ഞതാ.
സാർ, എന്റെ കഷ്ടകാലം കൊണ്ട് ഞാൻ ഇതിൽ പെട്ടുപോയത്. ആരെയും ശല്യപ്പെടുത്താതെ ഞാൻ എവിടെങ്കിലും പോയി ജീവിച്ചോളാം. തന്നെ പോലീസിന്റെ കൈ കിട്ടിയാൽ തിങ്സ് വിൽ ബി ഡിഫറെന്റ്. തന്നെ അറസ്റ്റ് ചെയ്താൽ കൂടെയുള്ളവരും ചോദ്യം ചെയ്യലിന് വിധേയരാകും. പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ കോംപ്ലിക്കേഷൻ ആകും. സോ പീറ്റർ എന്റെ കൂടെ വന്നാൽ, സഹകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കും. കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. സാർ, അത് എയർപോർട്ടുകളെല്ലാം സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്തിരിക്കുക. അതുകൊണ്ട് റസൂലിന്റെ സ്പീഡ് ലോഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാനിനി ഇവിടെ നിന്ന അപകടം. എന്നെ കൂടി കൊണ്ടുപോകണം. ഞാൻ അവിടെ വല്ല പി ആയിട്ട് വല്ലതും കൂടിക്കോളാം. അതെന്താ അങ്ങനെ? കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സഹായം ഞാൻ ചെയ്തു തന്നതാ. എന്നെ ഒന്ന് സഹായിച്ചൂടെ? താൻ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം ഞാൻ തന്നു കഴിഞ്ഞു. ചോദിച്ചതിലേറെ. ഐ എം ഖാലിദ്. ഇക്ബാലിനെ എനിക്ക് വേണം. എന്താ പറ്റൂ? റെഡി? നേരെ നിൽക്കൂ. റെഡി? എനിക്ക് സാറിനെ ഒന്ന് കാണണം. എന്തിനെ? അത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞോളാം. സാറ് ബിസിയാ. എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കാം. പറയോ? ആ ഇക്ബാലിന്റെ കേസ് ഫയലിൽ ഒരു കുഴപ്പമുണ്ട്. കേസ് നടന്നത് 82-ലാണ്, പക്ഷെ ചാർജ് ചെയ്തത് 84-ല്. പക്ഷെ അതായത് 83-ലെ കേസ്, സോറി 84-ലെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് 83-ലെ ഫയലിലാണ്. അതായത് 1982, 83, 84 ഈ 3 വർഷത്തിനിടയ്ക്ക് ഇക്ബാലിന് നിരവധി കേസുകളുണ്ട്. ദാറ്റ് മീൻസ് 82, 83, 84 എന്നീ വർഷങ്ങളിലെ പല കേസുകളും തേച്ചു മാറ്റി കളഞ്ഞതിന്റെ തെളിവെന്റെ പക്കലുണ്ട്. സാറിനെ വിളിക്കാം. വേണ്ട, പുള്ളി ബിസിയല്ലേ, ബുദ്ധിമുട്ടിക്കണ്ട, ഏട്ടന്മാരെ പറഞ്ഞാൽ മതി. സംഗതി സിമ്പിളാണ്. 1982, 83, 84 എന്നീ 3 വർഷങ്ങളിലെ കേസ് ഫയൽ ഉൾപ്പെടാത്ത ചില സംഭവങ്ങൾ. നമസ്കാരം സാർ, വെറുതെ ടാക്കില്ല സാർ. എന്നെ ഇവിടെ പിടിച്ചു വെച്ചതുകൊണ്ട് ഇക്ബാലിനെ കിട്ടുമോ? എനിക്ക് പകരം അയാളെയാണ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലോ? പ്രമോഷൻ, അനുമോദനങ്ങൾ എന്തൊക്കെ സാറിന് കിട്ടുമായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആലോചിച്ചപ്പോ നമ്മൾ തമ്മിലൊരു ധാരണയിലെത്തിയാൽ ഇവിടെ ചിലതൊക്കെ നടക്കും. ധാരണയില്ല. തന്റെ പേരിൽ എത്ര ചാർജുകൾ ഉണ്ടെന്നറിയാവോ? എന്റെ ഐഡന്റിറ്റി കാർഡ് മോഷ്ടിച്ച് ഫ്രോഡ് പണി കാണിച്ചു എന്ന കുറ്റത്തിന് മാത്രം നല്ലൊരു ശിക്ഷ കിട്ടും. തൂക്കിക്കൊല്ലത്തൊന്നും ഇല്ല. എന്തായാലും കേസ് കോടതി വരും. കാശ് കൊടുത്താൽ എനിക്ക് നല്ലൊരു വക്കീലിനെ കിട്ടും. അയാൾ സാറിനെ കോടതി കയറ്റി നിർത്തി വെളുപ്പിക്കും. സ്വന്തം ഐഡന്റിറ്റി സൂക്ഷിക്കാൻ പറ്റാത്ത ഇയാൾ എന്തിന് സർവീസ് വെച്ചുകൊണ്ടിരിക്കുന്ന യുവർ ഓണർ എന്നൊരു ചോദിക്കും. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലോ. ഞാൻ കള്ളല്ലേ, കള്ള ഫ്രാഡ് സാറോ. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഹലോ, യെസ് ജോർജ്. എടാ നായിന്റെ മോനെ, നീ എന്നെ പറ്റിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചടാ. പീറ്റർ, നീ എവിടെ വിളിക്കുന്നേ? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എവിടെ നിന്ന് ആയിക്കോട്ടെ, നീയാണ് ഇതെല്ലാം ചെയ്യിച്ചെന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും എന്റെ കൈവശമുണ്ട്. നിന്റെ കയ്യിൽ എന്ത് തേങ്ങയാണോ ഉള്ളത്? ഓക്കെ, നമുക്ക് സെൻട്രൽ ജയിലിൽ വെച്ച് കാണാം. അവിടെ വെയിലത്ത് പാറ പൊട്ടിച്ചോണ്ട് നിൽക്കുമ്പോ നമുക്ക് തേങ്ങയുടെ കാര്യം പറയാം. ഗുഡ് ബൈ, ഞാൻ ഫോൺ വെക്കുന്നു. പീറ്റർ, ഫോൺ വെക്കല്ലേ. എന്താടോ? എടാ, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന രൂപ തരണം. മണി. എടാ, എന്റെ കയ്യിൽ എവിടുന്ന പൈസ? നിനക്ക് പൈസ തരാന്ന് പറഞ്ഞത് ഇക്ബാൽ അല്ലേ, ഞാനല്ലല്ലോ. ഓ, ശരി. ഇക്ബാലാണ് എനിക്ക് കാശ് തരാനുള്ളത്. ഇതുപോലെ തന്നെ കോടതിയിലും പറയണേ. ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു. പീറ്റർ, കട്ട് ചെയ്യില്ലേ? ഒരുപാടൊന്നും വേണ്ട, 1-2 ലക്ഷം രൂപ മതി. അതിന് ഞാൻ എവിടെ പോകാനാടാ? ഞാൻ എവിടെയെങ്കിലും വെക്കോ, അതെന്റെ പ്രശ്നം. ഇപ്പോ 3:30 രൂപയല്ല, സമയം 4:30 മണി വരെ തന്നെയും കാത്തിയാൻ എയർപോർട്ടിനടുത്തുള്ള റോഡിലുണ്ടാവും. എന്നെ വലിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ താൻ അഴി എണ്ണീത് തന്നെ. 1 മണിക്കൂർ കേട്ടല്ലോ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, 1 മണിക്കൂർ. ഹാവ് എ നൈസ് ടൈം. പുല്ലേ. ഇക്ബാലിനെ ഞാൻ ചതിക്കില്ല. വേണ്ട, അവൻ എവിടെയുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന് ജോർജിനെ കിട്ടില്ല. ഇനി നീ എന്തൊക്കെ ചെയ്താലും മരിച്ചുപോയി നിന്റെ ചേട്ടനെ തിരിച്ചു കിട്ടോ? ഇല്ലല്ലോ. അതെന്റെ പ്രശ്നം. കർത്താവേ, നീ എന്നെ പരീക്ഷിക്കുകയാണോ? ഈ പാപങ്ങളെല്ലാം കൂടി ഞാൻ എവിടെ കൊണ്ട് ഇറക്കി വെക്കും? നീ എന്നെ നശിപ്പിച്ചേ അടങ്ങുള്ളല്ലേ?
ഇങ്ങോട്ട് കൊണ്ടാ ഇങ്ങോട്ട്. ഇക്ബാൽ എവിടെയുണ്ട്? അതൊക്കെ പറയാം. അതിനു മുമ്പ് നീ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു പാലം ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമല്ലോ. ജോർജ് താൻ പറയുന്നിടത്ത് വരുന്ന എന്തോറപ്പ്? കുഴി എണ്ണണോ? ഇക്ബാലിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സോളിഡ് എവിഡൻസ് വേണം. അത് ഞാൻ തരാം. ഒരേ അത് മതി. പീറ്റർ, ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. റിസ്ക് മുഴുവൻ എനിക്കല്ലേ. ജോർജ് അവിടെ വന്നാൽ അവന്റെ കഷ്ടകാലം, ഇല്ലെങ്കിൽ എന്റെ കഷ്ടകാലം. രണ്ടായാലും നിങ്ങളുടെ കാര്യം ഓക്കെ. സമയം പോകുന്ന അരമണിക്കൂറിനകം നമുക്ക് എയർപോർട്ടിനടുത്തെത്തണം. സർ, ദേ ആർ മൂവിംഗ്. ജോർജിന് ഇതൊരു തെളിവുണ്ടെന്ന് പറഞ്ഞ വെറുതെ ആയിരുന്നല്ലേ? അതൊരു നമ്പർ അല്ലേ? പക്ഷെ ഒന്ന് വരണ്ടു. അതിന്റെ അർത്ഥം അവൻ കള്ളനാണെന്നാണ്. പിന്നെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം, ജോർജ് എന്തായാലും കൈവീശി വരില്ല. അവന്റെ ആയുധം ഉണ്ടാവും. സസ്പെൻഷനിൽ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആയുധം കൊണ്ട് നടക്കുന്ന ശിക്ഷാർഹമാണ്. കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. അതുമല്ലെങ്കിൽ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കേസ് ചാർജ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ടാടാ എടുത്ത് പ്രയോഗിക്കാം. All that is my business. Fix him up with the mic. എന്താണോ ചിരിക്കുന്നത്? ഒരു പോലീസുകാരന് മറ്റൊരു പോലീസുകാരനെ പഹര വയ്ക്കാൻ ഒരു കള്ളനാണല്ലോ കിട്ടിയെന്ന് ചിരിച്ചതാ. ആറ്റിലെ പുറ തണ്ണി അമ്മ കുടിച്ചാൽ അപ്പ കുടിച്ചാലല്ലേ. പണ്ടാരം ഇക്ബാൽ പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തത്. പക്ഷെ ഇക്ബാല് നേരെ തിരിച്ചാണല്ലോ പറയുന്നത്. അതെ, ഇക്ബാൽ ഖുറൈഷി കൊല്ലപ്പെട്ടുവെന്ന് ഇന്റർപോളിനെ ഇന്റലിജൻസിനെ വിശ്വസിപ്പിച്ചാൽ വേറൊരു രൂപത്തിൽ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നായിരുന്നു അയാളുടെ പ്ലാൻ. പ്ലാനൊക്കെ എനിക്ക് മനസ്സിലായി. താനാണ് ഇതിന്റെ മെയിൻ ആണി. അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ മക്കളുണ്ട്. എന്ത് തേങ്ങയാണോ തന്റെ തെളിവായിട്ടുള്ളത്? വെറുതെ ഒരു ധൈര്യത്തിന്. ഇനി ശബ്ദമൊക്കെ ഒന്ന് കുഴയും, പേടിക്കണ്ട. 15 മിനിറ്റിന് 30 ലക്ഷം രൂപ. അതായത് 1 മിനിറ്റിന് 2 ലക്ഷം രൂപ വെച്ച്. അതുപോലെ 1 മിനിറ്റിന് 2 ഇടിയെങ്കിലും തരണ്ടേ? Come on. Hit me. All of you wait here. Come on, shoot me. Get up, baby.
പുതിയ രൂപം, പുതിയ ഭാവം, പുതിയ ശബ്ദം. കമോൺ കമോൺ, ഷൂട്ട് ഷൂട്ട് ഷൂട്ട്. Come on, come on, come on! Ever like Balkurish? പ്രായച്ചിട്ടില്ലാത്ത തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്. ഈ പീറ്റർ ഈ നിമിഷം വരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ജീവിക്കാൻ വേണ്ടി കുറച്ച് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നോട് നിങ്ങൾ എനിക്കറിയാം, അറിയാം. നിയമം ഒരു ചെലന്തി വല പോലെയാ. ചെറിയ ജീവികളെ അത് വീഴാറുള്ളൂ. ഷൂട്ട് മീ. Come on. Shoot me. Come on. Shoot me. Shoot me. നമ്മൾ തമ്മിലൊരു കരാറുണ്ട്. സോ പീറ്റർ ഇവിടെ വന്നിട്ടില്ല, ഒന്നും കണ്ടിട്ടുമില്ല. യു ആർ ഫ്രീ. സി, ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഇക്ബാലിന് പകരം താനായിരിക്കും മരിക്കുക. സല്യൂട്ട് ചെയ്യണോ? 14 ഒടിവാണ്. രക്ഷപ്പെട്ടത് ഭാഗ്യം. ഈശ്വരന്റെ കൃപ.